അപ്പോൾ ഈ ഇങ്ങനെ ഷൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. ഇതും ശരിക്കുള്ള ഇൻട്രോവേർട്സും തമ്മിൽ എന്താ വ്യത്യാസം? ഇൻട്രോവേർട്സിന് ഇനിയൊരു നല്ല കാര്യം എന്താ വെച്ചാൽ യു സിറ്റ് ബാക്ക്. നമ്മുടെ ക്വയറ്റ് സമയത്ത് നമ്മൾ എന്തൊക്കെ സംഭവിച്ചാൽ കംപ്ലീറ്റ് തോട്ട് പ്രോസസ് പിന്നെ റൺ ആവും. ഈ റൺ ആവുമ്പോൾ എന്താവും അറിയോ, ഷർമിള ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ എപ്പോഴാണ് ശരിക്കും ദറ്റ് യു റിയലൈസ് ദാറ്റ് യു ആർ എൻ ഇൻട്രോവേർട്ട് എന്നുള്ളത്? അത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? അച്ഛനും അമ്മയൊക്കെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ഒരു സൈക്യാട്രീനെ കാണിച്ചോ, നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ എടുത്തോ. അവർ ചെറുപ്പം മുതൽ കാണുന്നുണ്ട് ഞാൻ മിണ്ടില്ല, അത്ര കളിക്കില്ല, അങ്ങനെയെന്ന്. എക്സാമ്പിളിന് പറയുന്നത് ഇലോൺ മസ്ക്. പുള്ളിക്കാരൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു ചെറുപ്പത്തിൽ, ചെറുതിൽ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഗോ ടു പ്ലേസ് വാസ് ദ ലൈബ്രറി. വായിച്ച് ബുക്ക് ഇല്ലാണ്ടായപ്പോൾ പുള്ളിക്കാരൻ എൻസൈക്ലോപീഡിയ എടുത്ത് വായിച്ചിട്ടുണ്ടെന്ന്. സോ അവരൊക്കെ ഭയങ്കര വലിയ റീഡേഴ്സ് ആയിരിക്കും. നോളജ് അങ്ങനെ കേട്ടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ നോളജിനെ അപ്ലൈ ചെയ്യാൻ, ക്രിയേറ്റീവ്ലി അപ്ലൈ ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിജയ് ഇസ് എ ബിഗ് ഇൻട്രോവേർട്ട്. അതിന് ആഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ സിബ്ലിംഗ് മരിച്ചു. സോ ഹി ഫെൽറ്റ് ലൈക്ക് എ വോയിഡ് ദെയർ. അപ്പോൾ ആ സ്റ്റൈൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറേയൊക്കെ മോക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ. കെയിം ടു ദ പീക്ക്, ഹി ഡിഡ് എ ലോട്ട് മോർ ത്രൂ ദ ക്ലബ്സ്. ഈ ക്ലബ്സാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ചീഫ് മിനിസ്റ്റർ ആവും. ഇറ്റ് വാസ് നോട്ട് എ ഓവർനൈറ്റ് ട്രാൻസിഷൻ ടു എ ചീഫ് മിനിസ്റ്റർ. ദർ ഇസ് എ പ്രോസസ്, ദർ ഇസ് എ വേ ടു ഡു ദാറ്റ്. അത് എളുപ്പമാണ്. ഫസ്റ്റ് ദർ ഇസ് എ സ്റ്റാർട്ടിങ് ട്രബിൾ. ഇത് ഞാൻ ചെയ്യണം, അത് എങ്ങനെ ചെയ്യും? സോ ദാറ്റ് ഇസ് എ സ്കിൽ. എങ്ങനെ ചെയ്യും എന്നുള്ളത് സ്കില്ലാണ്. Is it possible through training and everything an introvert can look like a extrovert or can become an extrovert? Yes, definitely they can become an extrovert provided. Hello, welcome to You in You Mindful. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻട്രോവേർട്സിനെ കുറിച്ചിട്ടാണ്. അതായത് അന്തർമുഖി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഇൻട്രോവേർട്സിനെ ഡിഫൈൻ ചെയ്യുക? എന്താണ് അവരുടെ ചിന്തകൾ? എന്തൊക്കെയാണ് അവരുടെ സ്ട്രഗിൾസ്? എങ്ങനെയാണ് നമ്മളിതിനെയൊക്കെ ഓവർകം ചെയ്യുക? ഇതൊക്കെയാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇൻട്രോവേർട്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ട്രെയിൻ ചെയ്തിട്ടുള്ള ഷർമിള ദിൻജിത്താണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഇത് മാത്രമല്ല, കോസി ടു ക്രേസി ഓസം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആമസോണിലും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രോവേർട്സിനെ കുറിച്ച് ധാരാളം അറിയുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷിബ്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ? ഇപ്പം എന്നെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഞാനൊരു എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആണെന്ന് ചിലപ്പോൾ തോന്നും. ബിക്കോസ് ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കും എൻ്റേതായിട്ടുള്ള കുറേ സ്ഥലത്ത് എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കൂടുന്നൊരു സ്ഥലമാണെങ്കിൽ പോവാതിരിക്കാൻ ഞാനിങ്ങനെ റീസൺസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും, പക്ഷേ ഐ വിൽ ഫൈൻഡ് ഔട്ട് റീസൺസ്. പോണ്ട. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ട്. ബട്ട് ഐ പേഴ്സണലി നോ ദാറ്റ് ഐ എം നോട്ട് എൻ ഇൻട്രോവേർട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഷൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇങ്ങനെ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരുണ്ടാവും. ഇതും ശരിക്കുള്ള ഇൻട്രോവേർട്സും തമ്മിൽ എന്താ വ്യത്യാസം? എങ്ങനെയാണ് ഇവരെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഒരു ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രോവേർട്ട് തന്നെയാണ്. ജെനറ്റിക്സ് കൂടി വരുന്നതാണ്. ഓക്കെ. ബട്ട് വെരസ് ഒരു സദസ്സിൽ സംസാരിക്കാൻ കഴിയാത്ത ആൾ ഷൈ ആയിരിക്കാം, പക്ഷേ ഹീസ് നോട്ട് എൻ ഇൻട്രോവേർട്ട്. സോ ഷൈ ഇസ് ആക്ച്വലി എൻ ഇമോഷൻ. അത് ഒരു എന്താ പറയുക, വികാരമായിട്ട് മേ ബി പുള്ളിക്കാരൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കാം. ദാറ്റ് ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും പാളിപ്പോയത്, അപ്പോൾ അതുകൊണ്ടുള്ള ഫിയർ. പിന്നെ ആങ്സൈറ്റി ഓർ ഡിപ്രസ്ഡ് പീപ്പിൾ എപ്പോഴാണ് സംസാരിക്കാതെ ആവുന്നത് വെച്ചാൽ അവർ ഒരു താങ്ങാൻ പറ്റാത്ത വേദന, ട്രോമ, അതൊക്കെ കൊണ്ടാണ് അവർ ഡിപ്രസ്ഡ് ആവുന്നത്. സോ ഇൻട്രോവേർട്ട് ആയ കാരണമാണ് സംസാരിക്കുക. ആങ്സൈറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇൻട്രോവേർട്ട് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഇൻട്രോവേർട്സ് ആരാന്ന് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ആരാ ഇൻട്രോവേർട്സ് അല്ല. ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിൽ, സൊസൈറ്റിയിൽ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ സംസാരിക്കില്ല,
റിസർവ്ഡ് ആണ്, ഉം. മേ ബി ലോ കോൺഫിഡൻറ്റ് പീപ്പിൾ ആണ്, ഓർ സംബഡി ഹൂസ് വെരി അരഗൻറ്റ്. ഇൻട്രോവേർട്ടഡ് അരഗൻ്റ് ആണ്, ദേ ഹാവ് ദെയർ ഓൺ ചോയ്സസ്, ഒപ്പീനിയൻസ് ഉണ്ട്, സോ ദേ വിൽ നോട്ട് ടോക്ക്. ഓർ മേ ബി അവരുടെ വിചാരം ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് വെരി സ്ലോ, ഇസ് നോട്ട് എന്താ പറയുക, ഒരു കേപ്പബിൾ അല്ല, അവർക്ക് കോമ്പിറ്റൻസി ഇല്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇൻട്രോവേർട്സ് എന്ന് ബേസിക്കലി എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല ഇൻട്രോവേർട്സ്. ഇൻട്രോവേർട്സ് ആർ പീപ്പിൾ ഹൂ ആർ ലൈക്ക് ബൈ എനർജി വൈസ് ദേ ഗെറ്റ് ഡ്രെയിൻഡ് വെൻ ദേ ആർ മോർ വിത്ത് കുറേ ആൾക്കാരുടെ കൂടെ ഉണ്ടാവുമ്പോൾ അവരുടെ എനർജി. അവർ ഏത് ആക്ടിവിറ്റി ചെയ്താലും അവരുടെ എനർജി ഡ്രെയിൻ ആവും. സോ ദേ ബൈ ചോയ്സ് റെഡ്യൂസ് ദ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ദേ കൺസേർവ് ദാറ്റ് എനർജി. ഒരു ഇൻട്രോവേർട്ട് എപ്പോഴും വെൻ ഹീ റിയലൈസസ് ഇങ്ങനെ ഞാൻ ഓവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എനർജി ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ ഹി വിൽ ടെൻ ടു ഗോ ഇൻ ടു സൈലൻസ്. ഓക്കെ. സോളിറ്റ്യൂഡ്, ഒറ്റയ്ക്കിരിക്കണം, റീചാർജ് ചെയ്യാനുള്ള മൊമെൻറ്റ്സ് വേണം, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ്. സോ ദാറ്റ് ആ സൈലൻസ് ആണ് പീപ്പിൾ വിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ആസ് അരഗൻസ് ഓക്കെ. ഓർ ലെസ് കോമ്പിറ്റൻറ്റ് അങ്ങനെയൊക്കെ വിചാരിക്കും. സോ ഇൻട്രോവേർഷൻ ഇസ് നോട്ട് അരഗൻസ് ഓർ ഷൈനസ്, ഇറ്റ് ഈസ് ബൈ ചോയ്സ്. ഇപ്പോൾ ഒരാൾക്ക് മനസ്സിലാവണമല്ലോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് എന്ന്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും സോഷ്യലൈസ് ചെയ്യുമ്പോൾ. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറേ റീൽസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ബസ്സിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ബാക്കി ചോദിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കും, അതെടുക്കും. പിന്നെ ഇറങ്ങേണ്ട സ്ഥലത്ത് നമുക്കത് പറയണ്ടേന്ന് വിചാരിച്ച് കുറേ അപ്പുറത്തായിരിക്കും സ്റ്റോപ്പുള്ള അവിടെ പോയാൽ. ഇങ്ങനെ കുറേ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊന്നും അല്ല ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം. അപ്പം എങ്ങനെയാണ് ഞാൻ തന്നെ മനസ്സിലാക്കുക? എനിക്കിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കൂ. സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഐ എം ഫീലിംഗ് അൺകംഫർട്ടബിൾ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യണം എന്നുണ്ടാകുമ്പോൾ ഐ ഹാവ് എ ടെൻഡൻസി ടു ഗോ ബാക്ക്. അങ്ങനത്തെ ഒരു ടെൻഡൻസി ബേസിക്കലി ഉണ്ടെങ്കിലും ഞാനൊരു ഇൻട്രോവേർട്ട് തന്നെയാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ ലൈക്ക് യു അനലൈസ് ദ എൻവിറോൺമെൻറ്റ്. നമ്മൾ ഹ്യൂമൻ നേച്ചർ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആദ്യം തന്നെ ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടോ, ആൾക്കാരെ എനിക്ക് ഇഷ്ടപ്പെട്ടോ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടോ എന്നാലും നമ്മൾ ആ സ്ഥലത്ത് പോകാറേ ഉള്ളൂ. ഇപ്പോൾ വലിയൊരു ഇവൻറ്റ് അനൗൺസ് ചെയ്തു, നമ്മൾ ആ ഇവൻറ്റ് അനൗൺസ് ചെയ്ത പാടെ തന്നെ ഹ്യൂമൻ ടെൻഡൻസി എന്താ, വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങും അത് എങ്ങനത്തെ ഇവൻ്റ് ആയിരിക്കും, എങ്ങനത്തെ ആൾക്കാർ അവിടെ വരിക. അങ്ങനെ ആ വിഷ്വലൈസേഷനിൽ എന്ത് എക്സൈറ്റ്മെൻറ്റാണ് നമുക്ക് ക്രിയേറ്റ് ആവണേ. ചിലർക്ക് തോന്നും എനിക്ക് ഇങ്ങനത്തെ സ്ഥലമായിരുന്നു പോണ്ടേ, എനിക്ക് ഇവിടെ പോകണം, ഇങ്ങനത്തെ ആൾക്കാരെ മീറ്റ് ചെയ്യണം, ഈ എനർജി എനിക്കിഷ്ടമാണ്, ആ വൈബ് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റി, അവർക്ക് അവരുടെ എനർജി ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആ എനർജി സ്പെൻഡ് ചെയ്യുമ്പോൾ ഈവൻ മോർ ഹൈപ്ഡ് അപ്പ് ആവുന്നുണ്ടെങ്കിൽ then that person is not an introvert. He loves that place. അപ്പോൾ പുള്ളിക്കാരൻ എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. ബട്ട് വെൻ an introvert thinks about this, ആദ്യം എന്താ വിചാരിക്കുക വെച്ചാൽ ആദ്യം ഡ്രെയിനിങ്ങിനെ പറ്റിയാണ് വിചാരിക്കുക. ഞാനിവിടെ പോയാൽ എനിക്ക് എന്താ പറയുക അൺകംഫർട്ടബിൾ ആയിരിക്കുമോ, ഞാൻ ഒരു ഫിറ്റായിരിക്കുമോ, ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടില്ലേ. പിന്നെ ഇറ്റ്സ് നോട്ട് നെഗറ്റീവ് തോട്ട്സ്, പക്ഷേ ഫസ്റ്റ് തിങ് ഇസ് ടു പ്രിസർവ് ഹിസ് എനർജി. സോ ദാറ്റ് ഈസ് വാട്ട് ദേ വാണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ദേ മൈറ്റ് നോട്ട് ഗോ അറ്റ് ഓൾ. പക്ഷേ ഇഫ് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഈ പ്ലേസ് എനിക്ക് ഇഷ്ടപ്പെടാം, എനിക്ക് അവിടെ പോകണം, പക്ഷേ ലെറ്റ് മീ ഗോ ആൻഡ് ഒബ്സർവ്, ദാറ്റ് ഈസ് ഓൾസോ ഇൻട്രോവേർഷൻ ബട്ട് ട്രൈങ് ടു എക്സ്പ്ലോർ. ഓക്കെ. ഇനി ഇപ്പം ഇൻട്രോവേർട്സ്, ഇപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇൻട്രോവേർട്സിന് ഒരുപാട് ആൾക്കാരുള്ളൊരു സ്ഥലത്ത് പോയാൽ അവരുടെ എനർജി ഡ്രെയിൻ ആവുമെന്ന്. അത് എന്തുകൊണ്ടാണ് ഡ്രെയിൻ ആവണേ? ബിക്കോസ് യൂഷ്വലി അവരിങ്ങനെ കുറേ ആൾക്കാരുള്ള സ്ഥലമാണെങ്കിലും കുറച്ച് ഒതുങ്ങി നിൽക്കാനൊക്കെയാണ് സാധ്യത. അത് എന്താണ് ശരിക്കും ആ എനർജിയിൽ സംഭവിക്കുന്നത്? ഹൗ ഇസ് ഇറ്റ് ഗെറ്റിംഗ് ഡ്രെയിൻഡ്? ഫസ്റ്റ് പ്രഷർ ടു പെർഫോം. ഓക്കെ. ആദ്യം പോകുമ്പോൾ തന്നെ ഞാൻ ആൾക്കാരെ കണ്ട് ഹായ് പറയണം, സ്മൈൽ ചെയ്യണം, ഇതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യണ മുമ്പ് തന്നെ ഇൻട്രോവേർട്ടിൻ്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് പ്രോസസ്സിങ് ദിസ്. ഞാൻ ഇങ്ങനെ ആയിരിക്കണം ബിഹേവ് ചെയ്യണത്, ഇങ്ങനെ തന്നെ. സോ മെൻ്റൽ എനർജി കൂടുതൽ അപ്പം തന്നെ ഡ്രെയിനായി. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം
പീപ്പിളുടെ ചോദ്യം ആൻഡ് അതിൻ്റെ ഇൻറ്ററാക്ഷൻ. ഈ പീപ്പിളുടെ ചോദ്യം എങ്ങനെ വരെ വെച്ചാൽ ദേ വിൽ സ്റ്റാർട്ട് ഒബ്സർവിങ്. ഈ പേഴ്സൺ എന്നെ ഇങ്ങനെ നോക്കിയോ, ഈ എനർജി ഇവിടുത്തെ ഈ പുള്ളിക്കാരനെ ഇങ്ങനെ ഈ ആൾ ചോദിക്കുമ്പോൾ അടുത്ത് കൂടെയുള്ള ആൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇത്രയും ഫുൾ ഒബ്സർവേഷൻസ് ഒരേ സമയത്താണ് നടക്കുന്നത്. അഗൈൻ ദാറ്റ് ഇസ് എ സ്റ്റോറേജ് ടു ദ ബ്രെയിൻ. അപ്പോൾ ആ ബ്രെയിൻ അപ്പോഴും വീക്ക് ആവുന്നു. ആൻഡ് ദെൻ കംസ് പെർഫോമൻസ്. ഇപ്പോൾ പെർഫോം ചെയ്യണമെങ്കിൽ വാട്ട് വേർഡ്സ് ഷുഡ് ഐ യൂസ്? ഞാൻ സ്മൈൽ ചെയ്താൽ മതിയോ, ഇല്ല ഞാൻ ഇതിന് ആൻസർ പറയണോ, ഇത് ഞാൻ 1 വേർഡിൽ ആൻസർ ചെയ്താൽ മതിയോ, ഇല്ല 10 വേർഡ്സ് യൂസ് ചെയ്യണോ? ഇത്രയും ആ ഒരു സെക്കൻഡിൽ തന്നെ ആ ബ്രെയിൻ ആക്ട്, ഹാഫ് ഓഫ് 90% ഓഫ് ദ ആക്ടിവിറ്റീസ് ഹാപ്പൻഡ് ഇൻ ദ ബ്രെയിൻ. ആ ബ്രെയിനിന് അപ്പം തന്നെ ഡ്രെയിൻ ആവും. പിന്നെ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ബെബെന്നായി പോകും ചില പേര്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആവും. ആ സമയമാകുമ്പോഴത്തേക്കും ഡ്രെയിൻ ആവും. അങ്ങനെയാണ്. അതായത് ഈ തോട്ട് പ്രോസസ് ഇത്രയധികം നടക്കുന്നതുകൊണ്ടാണ് അവർ ഡ്രെയിൻഡ് ഔട്ട് ആവണേ ബേസിക്കലി, അല്ലേ? പിന്നെ ഇന്റേർണലൈസ് ചെയ്യാണ് അവരെല്ലാം. ആദ്യം ഇന്റേർണലൈസ് ചെയ്യും, അതിന് ശേഷം ദേ ഫൈൻഡ് ദ റൈറ്റ് വേർഡ്സ് ടു പുട്ട്. ആ ഇടുന്ന റൈറ്റ് വേർഡ്സ് മിനിമൽ ആവുമ്പോൾ ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് ഫുള്ളി. അപ്പോൾ ആ ഡ്രെയിൻ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വേറെ ഇങ്ങോട്ട് 100 ചോദ്യം വന്നു കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു, ഒരു ചോദ്യത്തിൻ്റെ ആൻസറും കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിൻ്റെ ഉള്ളിലാണ് ഇത്രയും നടക്കുന്നത്. അപ്പോൾ ദ ടൈം ഫോർ എൻ ഇൻട്രോവേർട്ട് ടേക്കൺ ഇസ് വെരി ഹൈ. ദേ നീഡ് സ്പേസ്, ടൈം. അപ്പോൾ എനർജിയുടെ ഒപ്പം സമയവും വേണം ടു പ്രോസസ് എവറിത്തിങ്. മനസ്സിലായി. ഇനി എനിക്ക് കുറച്ച് കാലമായിട്ട് അറിയാവുന്ന ആളാണ് കേട്ടോ ഷർമിള. അപ്പം ആൻഡ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഷർമിള ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ എപ്പോഴാണ് ശരിക്കും ദറ്റ് യു റിയലൈസ് ദാറ്റ് യു ആർ എൻ ഇൻട്രോവേർട്ട് ആൻഡ് യു ആർ എൻ ആർട്ടിസ്റ്റ് ഓൾസോ, അല്ലേ? ഇപ്പോൾ പൊതുവെ ആർട്ടിസ്റ്റ് ആവുന്ന ആൾക്കാർക്ക് തന്നെ ഭയങ്കര പെർഫെക്ഷൻ വേണ്ടി വരും. ദേ വിൽ ഹാവ് ദെയർ ഓൺ വേൾഡ്. എപ്പോഴും തലയ്ക്കകത്ത് അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ലോകം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ വരയ്ക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എങ്ങനെയായിരുന്നു? ഐ മീൻ അങ്ങനെയും കൂടെ ആവുന്നതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് ചിലപ്പോൾ വിചാരിക്കും. അതായത് ഇപ്പം ഷർമിള ചെയ്യുന്ന ജോലി ഒരുപാട് വോക്കൽ ആവേണ്ട തരത്തിലുള്ളൊരു ജോലിയൊന്നും അല്ല, ദോ ആവശ്യമുണ്ടെങ്കിൽ കൂടെ. എന്നാലും അങ്ങനെ ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് ആൻഡ് എനിക്ക് ഇങ്ങനത്തെ സ്കിൽസ് കുറച്ച് ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നും അത് ഡെവലപ്പ് ചെയ്ത് അത് ട്രെയിൻ ചെയ്യുന്ന ലെവൽ വരെ എത്തിയല്ലോ. ദാറ്റ്സ് ലൈക്ക് ഹ്യൂജ്. അപ്പോൾ എങ്ങനെയായിരുന്നു അത്? ചെറുപ്പത്തിൽ സൈലൻ്റ് ആയിരുന്നു ആസ് എനി ഇൻട്രോവേർട്ട്. ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പോൾ ഒരു സമയത്തും ലൈക്ക് പീപ്പിൾ ടീസ് ചെയ്യുന്നത് ലൈക്ക് ഇവൾക്കൊന്നും അറിയില്ല ആൻസർ. അങ്ങനെ സ്കൂൾസിലൊക്കെ പോകുമ്പോൾ ഒന്നും അറിയില്ല. ചിലപ്പോൾ ചിലരെന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ എൻ്റെ മൈൻഡിൽ ഇതുപോലത്തെ പ്രോസസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ദേ വുഡ് ഹാവ് മൂവ്ഡ് ഓൺ. അപ്പോഴത്തേക്ക് വേറെ ഒരാളുടെ കമൻറ്റ്, എന്താ നിൻ്റെ വായിന്ന് മുത്ത് വീഴുമോ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ അപ്പം തന്നെ നമുക്ക് ലോ കോൺഫിഡൻസ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ സിനാരിയോസൊക്കെ കടന്ന് വന്ന ശേഷം ഒരു എപ്പിസോഡ് ഉണ്ടായി. ലൈക്ക് എൻ്റെ കംഫർട്ട് സോണാണ് എൻ്റെ പേരൻസ് ആൻഡ് എൻ്റെ സിബ്ലിങ്ങുകളുടെ വീട് മാത്രമാണ് എൻ്റെ കംഫർട്ട് സോൺ. എനിക്ക് ഫ്രണ്ട്സും അത്ര ഇല്ലായിരുന്നു. ഇൻട്രോവേർട്സിന് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ബിക്കോസ് ആ പേസിന് അവർക്ക് ഫ്രണ്ട്സ് നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ കളിക്കാൻ പോയാലും ഫിസിക്കൽ ആക്ടിവിറ്റി ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഡ്രെയിനിങ് ആയിരിക്കും. ഈ ഡ്രെയിൻ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സിന് കൂടുതൽ സമയം കളിക്കണമായിരിക്കും. പക്ഷേ ഇവർക്ക് നേരത്തെ തന്നെ മതി, എനിക്ക് ഹാവ് ടു ഗോ റീചാർജ് ഓർ സിറ്റ് ക്വയറ്റ്ലി എന്ന് പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഫ്രണ്ട്സ് വിൽ സേ ഓക്കെ നീ നിൻ്റെ പാട്ടിന് പോ, ഞങ്ങൾ കളിക്കുകയാണ്. സോ നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ്, അവർ ദേ ഗ്രൂപ്പ് അപ്പ്, ഇവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഓർ സംടൈംസ് ഇവർ തന്നെ അവോയ്ഡൻസ് തുടങ്ങും. അവരുടെ എനർജി കൂടുതലാണ്, എനിക്ക് അതിനെ മാച്ച് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിലൊക്കെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. സോ ബൈ ചോയ്സ് ഞാൻ ചിലരുടെ കൂടെ കളിക്കാൻ തന്നെ പോവില്ല. ബൈ ചോയ്സ് ദേ വിൽ നോട്ട് കോൾ മീ, എനിക്കിഷ്ടമുണ്ടെങ്കിലും. സോ ഇങ്ങനെയൊക്കെ ആയ ശേഷം ദർ വാസ് എൻ ഇവൻറ്റ്, ഒരു ഫാമിലി വെഡ്ഡിങ് ആയിരുന്നു. എൻ്റെ ഫാമിലി മൊത്തം പോവാണ്. ബോംബെയിലായിരുന്നു വെഡ്ഡിങ്, എല്ലാവരും പോവാണ്. ഞാൻ 10th അപ്പോൾ ബോർഡ്സിൻ്റെ പ്രഷർ കാരണം എന്നെ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിർത്തി. കസിൻ്റെ വീട്ടിൽ കസിൻ്റെയും കുറച്ച് അവരുടെ മറ്റ് സൈഡ് കസിൻസൊക്കെ വന്നെത്തുന്നപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി കളിക്കുക.
ഒന്നാമത്തെ ഞാൻ ഇൻട്രോവേർട്ട്, രണ്ടാമത്തെ കുറേ പേരൻസിനെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അവരൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ളൊരു ഫീലിംഗ്, ആങ്സൈറ്റി ഒക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ദേ വർ കോളിങ് മീ ഫോർ ദിസ് വരൂ കളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഐ സെഡ് നോ, ഐ എം ഗോയിങ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ് ഞാൻ പോയി കിടന്നു. അപ്പോൾ നോട്ട് ചെയ്ത എൽഡേഴ്സ് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ഒരു സൈക്യാട്രിനെ കാണിച്ചോ നിങ്ങൾ, സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ എടുത്തോ. അവർ ചെറുപ്പം മുതൽ കാണുന്നുണ്ട് ഞാൻ മിണ്ടില്ല, അത്ര കളിക്കില്ല അങ്ങനെയെന്ന്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഇത്രയും വല്ല എന്താ പറയുക, എവ്രിബഡി ഈസ് ഹാപ്പി, ഞാൻ മാത്രം സൈലൻ്റായിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുകയാണെങ്കിൽ ദ സംതിങ് പ്രോബ്ലം വിത്ത് ദിസ് കിഡ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. ഓൾ ഓഫ് എ സഡൻ ഇങ്ങനത്തെ ഒരു കമൻറ്റ് പുറമേ നിന്ന് വന്നപ്പോൾ ശരിക്കും പേടിക്കില്ലേ, ലൈക്ക് 10th സ്റ്റാൻഡേർഡ് ഒരു 15-year-old കിഡ് ഇങ്ങനെ മിണ്ടുന്നില്ല, ആരോടും മിങ്കിളാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അന്നത്തെ കാലത്ത് സൈക്യാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ടേക്കിംഗ് എ ഹെൽപ്പ് ഫ്രം തെറപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോകണം എന്ന് പോലും അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ അതെൻ്റെ മൈൻഡിൽ ഇടാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ മുമ്പിൽ തന്നെ ഡിസ്കഷൻ നടക്കായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഹേർട്ട് ഫീലിംഗ്. ഓക്കെ, എന്നെ മനസ്സിലാക്കി ഇത്രയും കാലം എനിക്ക് കംഫർട്ടബിൾ സ്പേസ് തന്ന ആൾക്കാരാണ് ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹേർട്ടായി എനിക്ക്. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ നിങ്ങൾക്ക് ഞാൻ മാറണമല്ല, എന്താ ഞാൻ മാറി കാണിക്കുന്നു. മനസ്സിൽ ഭയങ്കര ഒരു ഫയർ പോലെ ഒന്നും വന്നതായിരുന്നു. അപ്പോൾ എനിക്കെങ്ങനെ അതൊന്നും അറിയില്ല, പക്ഷെ ഐ വാസ് ഹേർട്ട്. അപ്പോൾ ആൻഡ് ഒരു ഇൻട്രോവേർട്സിന് ഇനിയൊരു നല്ല കാര്യം എന്താ വെച്ചാൽ യു സിറ്റ് ബാക്ക്. നമ്മുടെ ക്വയറ്റ് സമയത്ത് നമ്മൾ എന്തൊക്കെ സംഭവിച്ചാൽ കംപ്ലീറ്റ് തോട്ട് പ്രോസസ് പിന്നെ റണ്ണാവും. ഈ റണ്ണാവുമ്പോൾ എന്താവുമെന്നറിയോ, അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ഏബിൾ ടു അനലൈസ് ഈ എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇത് ശരിക്കും എൻ്റെ പ്രശ്നമാണോ അല്ലേ, ഈ പ്രശ്നം മാറ്റാൻ പറ്റുമോ, ആൻഡ് അത് പ്രശ്നം മാറിയ എന്തായിരിക്കും ഇത്. ഇപ്പോൾ ഈ സീക്വൻഷ്യൽ ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഇതൊരു സ്ട്രാറ്റജി ആണെന്നുള്ളത് എനിക്ക് അപ്പം അറിയില്ല. ഒരു യങ് മൈൻഡിന് ഈ തോട്ട്സ് ഒക്കെ വന്നു, യെസ്, ബട്ട് ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് ഇറ്റ് വാസ് എ സ്ട്രാറ്റജി. ഓക്കെ, വാശിയായിരുന്നു, ഞാൻ മാറിക്കാണിക്കുക, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയല്ലേ വേണ്ടേ എന്നൊക്കെയുള്ള തോട്ട് വന്നു. ബട്ട് ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഈസ് ബീയിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഒരു ഇൻട്രോവേർട്ട് മാറാനുള്ള ഒരു എന്താ പറയുക സ്പാർക്കാണെന്ന് എനിക്ക് അത് അറിഞ്ഞില്ല. പിന്നെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, എന്നെ ഇവിടെ ആൻറ്റീസിൻ്റെ വീട്ടിൽ വിട്ടിട്ട് പോകുമ്പോൾ ഞങ്ങൾ വന്ന ശേഷം നിൻ്റെ ബോർഡ്സ് കഴിഞ്ഞ ശേഷം 2 months ലീവിൽ നീ അവിടെ പോയി താമസിച്ചോ, അങ്ങനെ നീ ഇപ്പം തൽക്കാലം ബോർഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വെക്കേഷനിൽ അങ്ങോട്ട് പോയിക്കോ ഫോർ എ ലാർജർ ഡ്യൂറേഷൻ 1 month നിന്നോ എന്നുള്ള ഇതിലായിരുന്നു. അപ്പം ഞാൻ ഐ തോട്ട് ഓക്കെ ഞാൻ എന്തായാലും പോണത് കംപ്ലീറ്റ്ലി അൺനോൺ എൻവിറോൺമെൻറ്റ് ടു അനദർ കസിൻസ് ഹൗസ്, അഗൈൻ അൺനോൺ അല്ല, വി നോ ഈച്ച് അതർ. പക്ഷെ പോയി താമസിച്ചു അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല, ലൈക്ക് അവരെ ഫുള്ള് മനസ്സിലാക്കിയിട്ട് പോയിരുന്നല്ല. ബട്ട് സിൻസ് ഈ വാശി വന്നപ്പോൾ ആ സമയം എനിക്ക് എന്തോ തോന്നി, ലൈക്ക് ദിസ് വിൽ ബി മൈ കുക്കൂൺ പീരിയഡ്, ലെറ്റ് മീ ബി ദ ഫുള്ളസ്റ്റ് ഇൻട്രോവേർട്ട് അറ്റ് ദാറ്റ് ടൈം, ആൻഡ് വെൻ ഐ കം ബാക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് ഇവർ കാണാൻ പോണേ എന്നുള്ളത്. സോ ദിസ് റൺസ് ഇൻ ദ മൈൻഡ്, പക്ഷേ അത് എക്സ്പ്രസ് ഒന്നും ചെയ്തിട്ടില്ല, ആരോടും പോയി വാശി സിനിമയിൽ കാണിക്കാൻ പഞ്ച് ഡയലോഗൊന്നും അടിച്ചിട്ടില്ല. അത് മനസ്സിൽ തോന്നുന്ന ഒരു വികാരം മാത്രമായിരുന്നു. പോയ ശേഷം തിരിച്ചു വന്നപ്പോൾ എവ്രിബഡി സെഡ് ഇവൾക്ക് എന്ത് പറ്റി, അവിടെ പോയിട്ട് വന്നിട്ട് ഇവിടെ എന്ത് പറ്റി, ബിക്കോസ് അത് ഭയങ്കര വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ തന്നെ അതൊരു ഗ്രാജുവൽ ആയിരുന്നു. ബിക്കോസ് ഞാൻ പോയ ഉടനെ ഒരു ദിവസം വെരി കൺസർവേറ്റീവ് ആയിരുന്നു ഞാൻ, ഭയങ്കര ഹോംലി ആയിരുന്നു, സൽവാർ സ്കേർട്ടൊക്കെ ഇട്ടാൽ താഴെ മുട്ടിൻ്റെ മേലെ പോവില്ല, താഴെ എത്ര നീളാക്കാൻ പറ്റുമോ അത്ര, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റും കൺസർവേറ്റീവ് ആയിരുന്ന ആൾ അവിടെ പോയ ഉടനെ ജീൻസിലേക്ക് മാറി, ടോപ്പിലേക്ക് ടീഷർട്ട്സ് മാറി, ഫ്രോക്സ് മാറി, എല്ലാം അതിന് കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങി. ബൈ ചോയ്സ് സർട്ടൻ ക്യൂസ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒബ്സർവിങ് ദ പീപ്പിൾ. ഇതൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, എല്ലാം കോൺഷ്യസ് ആയിരുന്നു.
So once you decide that you want to transform, so every introvert has a pace. ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, ദീസ് ആർ ദ പേസസ് വെയർ ഐ വാണ്ട് ടു ചേഞ്ച് എന്നുള്ള സംഭവം വരുമ്പോൾ യു ബിക്കം കോൺഷ്യസ്, യു സ്റ്റാർട്ട് അബ്സർവിങ്. ഈ അബ്സർവൻസിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ എവറിബഡി അവരവരുടെ ഓൺ വേ ഓഫ് ഡൂയിങ് തിങ്സ് ഇൻ എ റൈറ്റ് വേ. നല്ല രീതിയിൽ ലെറ്റ്സ് സേ ഒരാൾ നന്നായി സംസാരിക്കുന്നുണ്ട്, സോ ക്യാച്ച് ദാറ്റ് ദ വേ ദേ സ്പീക്ക്. ചിലർ ദേ സ്പീക്ക് ബട്ട് പോയിന്റ് നല്ലതായിരിക്കും, പക്ഷേ മേ ബി ദെയർ ബോഡി ലാംഗ്വേജ് ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ അങ്ങനത്തെ വാട്ട് ആർ ദേ ട്രൈങ് ടു കൺവേ, ഹൗ ദിസ് പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് പേഴ്സൺ. രണ്ടാളും നല്ല ഒരേറ്ററാണ്, പക്ഷേ വാട്ട് മേക്സ് ദ ഡിഫറൻസ്. ഒരു ഇൻട്രോവേർട്ടിൻ്റെ ബെസ്റ്റ് കാര്യം എന്താ വെച്ചാൽ അങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കും. ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. ആ ശ്രദ്ധിച്ച കാര്യങ്ങൾ മൈൻഡിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതൊക്കെ ഓരോരോ കാറ്റഗറീസാണ്. കമ്മ്യൂണിക്കേഷന് ഒരു കാറ്റഗറി ഉണ്ട്, അതൊക്കെ ഒരു കുട്ടി കുട്ടി ബോക്സസ് പോലെ ബ്രെയിനിൽ സ്റ്റോർ ആവും അവരുടെ. ഈ ആൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്ത്, ആ കമ്മ്യൂണിക്കേഷൻ ബോക്സിൽ തന്നെ വേറൊരാൾ ഈ രീതിയിലാണ് ചെയ്തത്, ഇതൊക്കെ സ്റ്റോർഡാണ്. ഇത് എപ്പോഴാണ് റിലീസ് ആവുക വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോർഡ് മെമ്മറീസൊക്കെ നമുക്ക് വരും. സോ ദിസ് ഈസ് ദ വേ ഐ ഹാവ് ടു പ്ലേസ് മൈ സെൽഫ് എന്നുള്ളത്. സോ ഈ ട്രാൻസ്ഫർമേഷൻ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ ആണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. ഈ പോയിട്ട് വന്നു, ചൂസ് ചെയ്തു, ദെൻ ഒബ്സർവ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ലൈഫിൽ. ആൻഡ് സ്കൂളിലൊക്കെ മുമ്പ് ആദ്യം ഈ പീരീഡിന് മുമ്പുള്ള ഷർമിള എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ക്വയറ്റാണ്, മിണ്ടില്ല. എന്താ പറയുക, ആ ടീച്ചേഴ്സ് ചോദ്യം ചോദിച്ചപ്പോൾ എണീറ്റ് നിന്നിട്ട് പറയില്ല, ആൻസർ അറിഞ്ഞാലും പറയില്ല. ബിക്കോസ് എൻ്റെ വോയിസ് ലോ ആണ്, സോഫ്റ്റാണ്, ക്ലാസ് റൂമിൽ നന്നായി ലൗഡായിട്ട് സംസാരിക്കണം, അതൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ. പക്ഷെ അതൊന്നും നമുക്ക് വരില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വരില്ല. രണ്ടാമത്തെ അത് എക്സ്പെക്റ്റേഷൻ ആണെന്ന് അറിഞ്ഞാൽ പിന്നെയും കോൺഫിഡൻസ് ലോ ആവും, അപ്പം ഉള്ളതും തെറ്റും. സോ അങ്ങനത്തെ പേസിലാണ് ഇൻട്രോവേർട്സ് പോണത്. കോളേജിൽ വരുമ്പോൾ എന്തായി, ഇത്രയും കാലം കണ്ട ഫ്രണ്ട്സ്, എൻവിറോൺമെൻറ്റ് എല്ലാം ഞാൻ മാറ്റണം എന്നായിരുന്നു. ബിക്കോസ് അതൊരു ബ്രാൻഡായി കഴിഞ്ഞു. ഷർമിള ഇൻട്രോവേർട്ടഡ്, ഷൈ, റിസർവ്ഡ് ക്യാരക്ടർ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒരു ആ ബ്രാൻഡ് മാറ്റിയേ പറ്റൂ. കോളേജ് എത്തിയപ്പോൾ തന്നെ അത് കംപ്ലീറ്റ്ലി ന്യൂ എൻവിറോൺമെൻറ്റ്, കംപ്ലീറ്റ്ലി ന്യൂ ഫ്രണ്ട്സ്. ഞാൻ പഠിച്ചത് ആർട്സ് കോളേജിലാണ്, ഫൈൻ ആർട്സ് കോളേജിൽ, ചെന്നൈ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. അപ്പോൾ അവിടെ ഫുൾ ആർട്ടായിരുന്നു. പക്ഷെ ഞാൻ ആർട്ട് കോളേജിൽ പോയപ്പോൾ തന്നെ എന്നെ പോലെ തന്നെ കുറേ ആൾക്കാർ ഇൻട്രോവേർട്സ്. ബിക്കോസ് ഇൻട്രോവേർട്സിന് they have a form of expressing any art. It could be art, dance, music. ഞാനത് ചോദിക്കാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഒരുപാട് എനിക്ക് തോന്നുന്നു വെരി ഫേമസ് ആൾക്കാരൊക്കെ ഇൻട്രോവേർട്സ് ആണ്, പക്ഷെ അവർക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ത്രൂ ദെയർ ആർട്ട്. അത് എഴുതുന്നതാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ്, അങ്ങനെയൊക്കെ. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം പറയാമോ? അത് എങ്ങനെയാ വെച്ചാൽ അഗൈൻ അവരുടെ ഒബ്സർവിങ് നേച്ചർ ഫസ്റ്റ്. പിന്നെ ഈ പേഴ്സണ് ലാക്ക് ഓഫ് വേർഡ്സ് ടു സ്പീക്ക് ഓർ ദ അമൗണ്ട് ഓഫ് എനർജി ദേ വിൽ സ്പെൻഡ്. ഈ സംസാരത്തിൽ ഞാൻ ഇത്രയും എനർജി സ്പെൻഡ് ചെയ്യണോ? സോ ഇങ്ങനത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പീപ്പിളിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയമാണ് ആർട്ട്. അത് ആർട്ട് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് മാത്രമല്ല, ഡാൻസ് ആവാം, മ്യൂസിക് ആവാം, പിന്നെ പോയട്രി, റൈറ്റിംഗ് പോയട്രി, സ്റ്റോറീസ്. ആരെങ്കിലും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ദേ ഹാവ് റിട്ടൺ സോ മെനി ബ്യൂട്ടിഫുൾ സ്റ്റോറീസ്. ഒരു എക്സാമ്പിൾ എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്ത ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. പുള്ളിക്കാരൻ ഒരു പോയറ്റാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ ചെറുപ്പം മുതൽ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. വലിയൊരു കുറച്ച് നല്ല അഫ്ലുവൻറ്റ് ഫാമിലിയിൽ ജനിച്ച ആളാണ് ബംഗാളിൽ. പക്ഷേ ഈ ഓഫ് കോഴ്സ് അഫ്ലുവൻറ്റ് ഫാമിലി പറഞ്ഞ ആൾക്കാർ കാണാൻ വരും, ഇതേപോലെ തന്നെ അവർ മുമ്പിൽ പെർഫോം ചെയ്യണം അവർക്ക്. പക്ഷേ രവീന്ദ്രനാഥ് ടാഗോർ വാസ് ഷൈ. അങ്ങനെ ഷൈ ആയിട്ടുള്ള ആൾ എപ്പോഴും ഒറ്റയ്ക്ക് പോയിരിക്കും. ആൾക്കാർ ഇതേപോലെ തന്നെ എന്താ ഈ കുട്ടി ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ
രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ ഭയങ്കര ഇതായിരുന്നു, മോൻ എന്താ ഇങ്ങനെ, ബിക്കോസ് സൺ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൺകുട്ടികൾ സംസാരിക്കണം. സോ ബീങ് ദ ഫസ്റ്റ് സൺ, ഐ എം നോട്ട് ഷുവർ ഇഫ് ഈസ് ദ ഫസ്റ്റ് സൺ, ബട്ട് എൽഡർ, ഹി ഹാഡ് എ യങ്ങർ ബ്രദർ. അപ്പോൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് എ നാച്ചുറൽ വറി വാസ് ദർ. പക്ഷേ രവീന്ദ്രനാഥ് ടാഗോർ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ he looked more into nature. നേച്ചറിൽ കാണുമ്പോൾ when he started observing nature, when he started feeling, he started writing poems. ഇപ്പോൾ പോയം എഴുതി so the way he expressed his feelings were through poems. And slowly ആർട്ടും ഉണ്ടായിരുന്നു. So a person introvert unable to express will definitely go into some field of art. ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഏറ്റവും വിസിബിൾ എന്നല്ല ഞാൻ പറയണത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എടുത്തു പറയാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? Good question. First thing is they are always calm. Okay. Stability ആണ് അവരുടെ ഇത്. They go in their pace. Okay. Slow and steady എന്ന് പറയാം. അതാണ് അവർ. രണ്ടാമത്തെ എക്സ്പ്രഷൻ കുറവാണ്. എക്സ്പ്രസിങ് ത്രൂ അതർ ഫോംസ് കൂടുതലായിരിക്കും, ബൈ വേർഡ്സ് കുറവായിരിക്കും. ബിക്കോസ് ഫിസിക്കലി അവർക്ക് എന്ത് കൂടുതൽ ചെയ്യാൻ നിന്നാലും ലൈക്ക് ഫിസിക്കലായിട്ട് പെർഫോം ചെയ്തിട്ട് വേണം അത് ചെയ്യാനുണ്ടെങ്കിൽ അത് കുറച്ച് അത്. ഇപ്പോൾ ഡാൻസ് ചെയ്യുന്ന ഒരു ഇൻട്രോവേർട്ട് ഫിസിക്കൽ അല്ലേ എന്ന് ചോദിച്ചാൽ നോ. ഇത് വന്ന് ബൈ the way of expression is dance, by words is different. ഇപ്പോൾ ഒരു ഒറേറ്ററാണ്, ഇൻട്രോവേർട്ടാണ്, ബട്ട് ഹിസ് പാഷൻ ഇസ് ഒരു നാച്ചുറലി ടോക്കിങ്, അത് ഇൻട്രോവേർഷൻ അല്ല. ലൈക്ക് ഹി ഗെറ്റ്സ് എനർജി ത്രൂ ദാറ്റ്. പക്ഷെ വേറൊരു ഇൻട്രോവേർട്ട് ഹു ഡസൻ വാണ്ട്സ് ടു സ്പീക്ക്, അവരുടെ എനർജി അതിലല്ല. ഏരിയാസ് വ്യത്യാസം അല്ലേ? പാഷൻ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഇത്. അതേപോലെ തന്നെ ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇൻട്രോവേർട്സ് ആണെങ്കിലും അത് ഒരു ലിമിറ്റേഷൻ അല്ല. പക്ഷേ ഐ തിങ്ക് മിക്കവാറും ഇൻട്രോവേർട്സ് കൺസിഡർ ദാറ്റ് ആസ് എ ലിമിറ്റേഷൻ. അതൊരു ലിമിറ്റേഷനാണ് അവർക്ക്. ബിക്കോസ് ഇന്നത്തെ ലോകത്ത് എല്ലാം നമ്മൾ വോക്കലാവണം, എല്ലാം വി ഹാവ് ടു മാർക്കറ്റ് എവ്രിതിങ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും അതിനെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇൻട്രോവേർട്സിന് കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ അവർക്ക് നല്ലോണം സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഷിബില പറഞ്ഞത് ആൾമോസ്റ്റ് റൈറ്റ് ആണ് എല്ലാം. പോസിറ്റീവ് സൈഡ് വന്നിട്ട് ടു ഫസ്റ്റ് ഒബ്സർവ് ആണ്, എല്ലാ ഇൻപുട്സും എടുക്കും, ആൻഡ് ദേ കാറ്റഗറൈസ് മെൻ്റലി. ഇങ്ങനെ തന്നെയാണ് വെക്കും, എല്ലാം ക്ലീനായിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജാണ് ഈ ഡീപ്പ് തിങ്കിങ്. ഈ കാറ്റഗറൈസ് ചെയ്ത സാധനത്തിനെ അവരുടെ അലോൺ ടൈമിലിരുന്നിട്ട് അവർ ഫുൾ ഡിഗ് ചെയ്തിട്ട് ഇതിങ്ങനെയല്ല, ഇത് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വരും അവരുടെ മൈൻഡിൽ തന്നെ. പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഒരു കൺക്ലൂഷനിലെത്തും, ഓക്കെ ഇത് കാരണമാണ്, ഇത് കാരണം. സോ ആ ബ്രാഞ്ചിങ്, ഒരു ആളിങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഇങ്ങനെ ആണ്, ഒരു സാധനം ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് റീസൺ. എല്ലാം ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഒരു ഗോൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഒബ്സർവ് ചെയ്ത എല്ലാ സാധനങ്ങളും അവരുടെ കാറ്റഗറിയിൽ നിന്ന് എടുത്ത ഫയൽ ഫോൾഡർ എല്ലാം തപ്പി നോക്കിയിട്ട് അവർ പറയും, മൈൻഡിൽ ഒരു കൺക്ലൂഷന് വരും, ഓക്കെ എൻ്റെ ഗോൾ, എൻ്റെ ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ ടാസ്ക്സ്. സോ എല്ലാം സ്ട്രാറ്റജൈസ് ചെയ്ത് വെക്കും അവർ. ഓർഗനൈസ്ഡ് ആണ്, വളരെ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ അതിന് പറയുന്നതും ഓർഗനൈസ്ഡ് വേയില പറയുക, പക്ഷെ അത് കേൾക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ല. ഈ പറയുന്ന മേ ബി ലാക്ക് ഓഫ് വേർഡ്സ് കൂടി, ബിക്കോസ് അവർ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് റൈറ്റിങ്ങിൽ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ബുക്കിൽ തന്നെ ചിലപ്പോൾ ഞാൻ വായിക്കും, ഞാൻ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഞാൻ സംസാരിക്കുമ്പോൾ ആ വേർഡ്സ് തന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ആ വൊക്കാബുലറി എനിക്ക് വരില്ല. പക്ഷെ എഴുതുമ്പോൾ മൈൻഡ് ടു ഹാൻഡ് എനിക്ക് അത് വരുന്നുണ്ട്, പക്ഷെ അത് സംസാരിക്കാൻ പറ്റില്ല. സോ അതിൻ്റെ ഒക്കെ അത് ലിമിറ്റേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. വേർ യു ക്യാൻ ഓൾട്ടർ ഇറ്റ്, അതാണ് ചിന്തിക്കേണ്ട ഒരു ഇൻട്രോവേർട്ട് മാത്രമല്ല, ദ പേഴ്സൺ ഹൂ ഇസ് എക്സ്ട്രോവേർട്ട്, ഹൂ ഇസ് ജഡ്ജിങ് ദിസ് ഇൻട്രോവേർട്ടഡ് ക്യാരക്ടർ. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ
ഒരു കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ആൻസറിൽ എഴുതുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി അക്സെപ്റ്റബിൾ. ഇപ്പോൾ ഒരു കുട്ടി ടീച്ചറോട് പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള സ്പേസ് ആ ടീച്ചർ കൊടുക്കുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് ഗെറ്റ് അപ്പ് ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വെച്ചാൽ പാനിക്കാവും. ബിക്കോസ് ഒരു ലാർജ് നമ്പർ ഓഫ് കുട്ടികളുടെ മുമ്പിൽ പെട്ടെന്ന് ആൻസർ വരില്ല. പക്ഷെ ആ ടീച്ചർ ആ സ്റ്റുഡൻറ്റ് ടേബിളിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആൻസർ ഇസ് 1-to-1. സോ അവർക്ക് 1-to-1 കോൺവെർസേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല ഇഷ്ടമാണ്. അതെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലോയിൽ വരും എല്ലാ സാധനവും, ആൻസർ അറിയുന്ന ആൻസർ എല്ലാം, അവരുടെ ഇൻ്റലക്ച്വൽ ഐഡിയാസ് എല്ലാം കൂടി വരും. പിന്നെയുള്ള പോസിറ്റീവ് എന്താ വെച്ചാൽ ഈ നോട്ടിങ് ഡൗൺ, ഈ ഒബ്സർവ് ചെയ്ത സാധനമൊക്കെ നോട്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ ഈ അവർ മെൻ്റലി മാത്രമല്ല നോട്ട് ചെയ്യുക, ദർ ഇസ് അനദർ വേ. മെൻ്റലി ചെയ്താൽ പോലും ചിലർ മറക്കും. ഈ നോട്ട് ചെയ്യും, റിയലി നോട്ട്സ് എടുക്കുന്നതിൽ ഭയങ്കര കഴിവുണ്ട് അവർക്ക്. കീ പോയിന്റ്സ് മാത്രം എടുക്കുന്നത്, ഓർ പറയുമ്പോൾ തന്നെ ഫുൾ എഴുതി തീർത്തുന്നത്. ദർ ഇസ് എ സ്പീഡ് ഇൻ റൈറ്റിംഗ്, അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ഓഫീസ് മീറ്റിംഗ്, സോഷ്യൽ ഗ്യാതറിങ്സ് പറയുമ്പോൾ ഓഫീസിൽ മീറ്റിങ്സിൽ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓപ്പൺ അപ്പ് ആവാണ്ട് സംസാരിക്കാണ്ടിരിക്കും. പക്ഷേ ഒരു മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിജയ് ഇസ് എ ബിഗ് ഇൻട്രോവേർട്ട്. പുള്ളിക്കാരൻ ചെറുപ്പം മുതൽ ഭയങ്കര സൈലൻറ്റ് കുട്ടിയായിരുന്നു. പാഷനേറ്റായിട്ട് ഫിലിമിൽ വന്നു. ലോട്ട് ഓഫ് ചാലഞ്ചസ് ഹി ഫേസ്ഡ്, ബട്ട് ഭയങ്കര സ്ട്രാറ്റജി. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഈ നോട്ട്സിൻ്റെ കാര്യം സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇതുണ്ടായിരുന്നില്ലേ, ലൈക്ക് അസംബ്ലിയിൽ ഓപ്പോസിഷൻ പാർട്ടിയിൽ പറയുന്ന ആൾക്കാരുടെ പോയിന്റ്സ് ഹി വാസ് നോട്ടിങ്. അത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം, അവരുടെ PA ചെയ്യും. എനിവേസ് ഈസ് ഗോയിങ് ടു ഗെറ്റ് എവറി നോട്ട്സ്. ബട്ട് ആ പേഴ്സൺ വാട്ട് എവർ ഈ ഒബ്സർവ്ഡ്, അതിന് ടു സ്റ്റോർ ഇറ്റ് ഇസ് അനദർ വേസ് റൈറ്റിംഗ്. ഇതിന് ലെവൽസ് ഓഫ് ഇൻട്രോവേർട്ട് അങ്ങനെ ഉണ്ടോ? അതായത് സർഫസ് ലെവലാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ, ലെവൽസ് ഉണ്ടോ? 1, 2, 3 അങ്ങനെയൊക്കെ? ഇപ്പോൾ ഇൻട്രോവേർഷൻ്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ബേസിക്കലി റിസർവ്ഡ് എന്ന് പറയണത് ലെവൽ 1 എന്ന് വെക്കാം. അപ്പോൾ ആ റിസർവ്ഡ്നെസ്, ക്വയറ്റായിട്ട് ഒരുപാട് സംസാരിക്കാത്ത ഒരാൾ, സംസാരിക്കാത്ത ആൾ, പക്ഷെ കൂടുതലായിട്ടും ഒരുപാട് സംസാരിക്കില്ല, പക്ഷെ ഒരു കോമൺ പ്ലേസിൽ നിൽക്കാനും ഇത് ചെയ്യാനും പറ്റും. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻട്രോവേർഷൻ. പക്ഷെ അതും കൂടി പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം, വെരി മച്ച് സോളിറ്റ്യൂഡിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്ന കുറച്ചുകൂടി ഹയർ ലെവൽ ഇൻട്രോവേർഷനാണ്. ആ പേഴ്സണിന് ചിലപ്പോൾ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ വർക്ക് ചെയ്യുള്ളൂ, ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സോ ചെയ്യുള്ളൂ, അങ്ങനെ ഞാൻ ഒരു ഇൻറ്ററാക്ഷനിൽ ചെയ്യില്ല, എനിക്കെല്ലാ ഇൻഫർമേഷൻ തരും, ഞാൻ ഒറ്റയ്ക്കിരുന്ന് എല്ലാം ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും അവർ കൂടുതൽ. അപ്പോൾ ടീം പ്ലെയർ അല്ല എന്ന് പറയുന്ന കുറച്ച് മാനേജേഴ്സ് ഉണ്ടാവും. ഹീസ് ടു മച്ച് ഇൻട്രോവേർട്ടഡ്, ടീം പ്ലെയർ, ഹീസ് നോട്ട് എ ടീം പ്ലെയർ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഇൻട്രോവേർട്സ് കുറച്ച് എന്താ പറയുക, കുറച്ച് സ്ട്രോങ്ങർ ഇൻട്രോവേർട്ട് എന്ന് പറയാം. ഓക്കെ. പിന്നെ ഉള്ളത് ലിസണേഴ്സ്, ആക്റ്റീവ് ലിസണേഴ്സ്. ഇറ്റ്സ് അനദർ കാറ്റഗറി. ഒരു നല്ല ഒരാൾ എത്ര നേരം സംസാരിച്ചാലും ഇരുന്ന് കേൾക്കാനുള്ള പേഷ്യൻസ് അവർക്കുണ്ട്. കേൾക്കുന്ന മാത്രമല്ല, അതിനെ എംപത്തൈസ് ചെയ്യും. എന്ത് ഫീലിങ്ങിലാണ് പറയണേ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയണേ. പക്ഷെ അവർക്ക് തിരിച്ച് അങ്ങോട്ട് കൺസോൾ ചെയ്യാനോ ഇല്ലേ ദിസ് ഇസ് എ ഗ്രേറ്റ് ഐഡിയ അങ്ങനെയൊന്നും പറയാനോ അവർക്ക് പറ്റില്ല. അഗൈൻ ദറ്റ് ഫോൾസ് അണ്ടർ ദ അതർ കാറ്റഗറി ഓഫ് നോൺ എക്സ്പ്രസിങ്. അപ്പോൾ പക്ഷെ അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രോവേർട്സ് അഗൈൻ ദേ മൈറ്റ് ഫോൾ ഇൻ ടു അനദർ കാറ്റഗറി ഓഫ് ഇവരുടെ എംപത്തിയൊക്കെ ഇവരെടുത്ത് ഇമോഷൻസ് ഒക്കെ എടുത്ത് കലക്റ്റീവ്ലി എനിക്കും അങ്ങനെ ഫീൽ ആവുന്നുണ്ടെന്ന് പറഞ്ഞ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ ലെവൽ ഓഫ് ഇൻട്രോവേർഷൻ. പിന്നെ ഉള്ളത് ക്രിയേറ്റിവിറ്റി. അവരുടെ ഹയർ ഇൻട്രോവേർട്സ് എന്താ ചെയ്ത് ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര ക്രിയേറ്റീവ് ഐഡിയാസ് ആലോചിച്ചിരിക്കും. എക്സാമ്പിളിന് പറയുന്നത് ഇലോൺ മസ്ക്. പുള്ളിക്കാരൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു ചെറുതിൽ. സൗത്ത് ആഫ്രിക്കയിൽ പുള്ളി ജനിച്ചു, പഠിച്ചു, വളർന്ന്. ആ സമയത്ത് സ്റ്റുഡൻസൊക്കെ ഭയങ്കര കളിയാക്കും, ബുള്ളി ചെയ്യും പുള്ളിക്കാരനെ. സംസാരിക്കുന്നില്ല, ഭയങ്കര ഒരു അലോൺ കിഡാണ് എന്ന് പറഞ്ഞിട്ട്, റിസർവ്ഡ് ആണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ്റെ
ഗോ ടു പ്ലേസ് വാസ് ദ ലൈബ്രറി. കമ്മ്യൂണിറ്റി ലൈബ്രറിയിൽ പോയിരുന്ന് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ബുക്ക് വായിക്കുന്ന മുഴുവൻ ഫുൾ ഈ സയൻസും ഏലിയൻസും അങ്ങനത്തെ ഒരു ടെക്നോളജി ബേസ്ഡ് ഒക്കെ കുറച്ച് ബുക്സ് മാത്രമേ വായിക്കുള്ളൂ. ഒരു തമാശയ്ക്ക് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് വായിച്ച് ബുക്ക് ഇല്ലാണ്ടായപ്പോൾ പുള്ളിക്കാരൻ എൻസൈക്ലോപീഡിയ എടുത്ത് വായിച്ചിട്ടുണ്ടെന്ന്. സോ അവരൊക്കെ ഭയങ്കര വലിയ റീഡേഴ്സ് ആയിരിക്കും. നോളജ് അങ്ങനെ കേട്ടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ നോളജിനെ അപ്ലൈ ചെയ്യാൻ, ക്രിയേറ്റീവ്ലി അപ്ലൈ ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അതിലൊക്കെ അവർ ഭയങ്കര എനർജി സ്പെൻഡ്, ബിക്കോസ് ദാറ്റ് ഇസ് എ മൈൻഡ് വർക്ക്. സോ ടോട്ടലി ഒരു ഇൻട്രോവേർട്ട് വന്ന് മൈൻഡ് ബേസ്ഡ് വർക്കാണ്. അതെ, അവർക്ക് ബോഡിയിൽ അല്ലെങ്കിൽ വോക്കൽ ആവുന്ന പല കാര്യങ്ങൾക്കുമാണ് അവർക്ക് യൂഷ്വലി ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യണം. ചാലഞ്ചിങ്, ഭയങ്കര ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. റെസിലിയൻ്റ് ആണ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് എന്ന് ബൗൺസ് ബാക്ക് ചെയ്യാൻ പറ്റും. അഗൈൻ ഇലോൺ മസ്കിനെ ഞാൻ എടുക്കുള്ളൂ, ബിക്കോസ് ഐ എം റിയലി ഇംപ്രസ്ഡ് ആണ് പുള്ളിക്കാരൻ്റെ എങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാൽ. ഇപ്പോൾ ടെസ്ല ഭയങ്കര ഡൗൺ ആയ സമയത്തൊക്കെ എനിബഡി ഇത്രയും വലിയ ലോസ് വരും, സ്വന്തം ബേബി പോലെ ഉണ്ടാക്കിയ കമ്പനി പൂട്ടാൻ പോകണു എന്നൊക്കെ പറയുമ്പോൾ ഈ ബൗൺസ്ഡ് ബാക്ക്, റൈറ്റ്? അങ്ങനെ പൂൽ ചെയ്ത് ഇങ്ങനെയൊക്കെ ഹി വാസ് റെസിലിയന്റ്. ബിക്കോസ് ആ മെന്റൽ വർക്കാണ് കൂടുതൽ എവിടെ അത് ഒരിക്കലും ബിക്കോസ് അത് പാഷൻ എന്ന് വരുന്നു ഒന്ന്. രണ്ടാമത്തെ അവരുടെ ഗോലായിരുന്നു ടു ഡു സംതിങ്, അനലൈസ് ചെയ്യാൻ പറ്റും. അതെ, എവിടെയാ അവർക്ക് അനലൈസ് ചെയ്തിട്ട് എവിടെ തെറ്റ് പറ്റി, എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, പിന്നെ എങ്ങനെ അതിന് സ്ട്രാറ്റജൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വേസ് പലതരം നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് അതിൽ എന്തൊക്കെ റിസ്ക് ആണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. സോ ദിസ് ഇസ് ഓൾ അനദർ ലെവൽ ഓഫ് ഇൻട്രോവേർഷൻ. ഫൈൻ. ഇനിയിപ്പം സാധാരണ ഒരു നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ഇൻട്രോവേർട്സിൻ്റെ പോസിറ്റീവ്സിനെക്കാട്ടിലും അവരുടെ സ്ട്രഗിൾസ് ആണ് അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുള്ളത്. പോസിറ്റീവ് സൈഡ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർക്ക് ഈ പറഞ്ഞതുപോലെ വേറെയുള്ള ആൾക്കാർ എക്സ്ട്രോവേർട്സോ അല്ലെങ്കിൽ ആംബിവേർട്സോ ഒന്നും ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ സ്ട്രഗിൾസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായ കോമൺ സ്ട്രഗിൾസ് എന്തൊക്കെയാണ് ഇൻ ദ ഏരിയ ഓഫ്, ഇപ്പോൾ ഒരു വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലിയിൽ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു സ്ട്രഗിളായിട്ട് എപ്പോഴും ശർമിലയുടെ അടുത്ത് വന്ന് പറയുന്നത് കാര്യങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ഫസ്റ്റ് പറയുന്ന കാര്യം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അവരെങ്ങനെ പറയാച്ചാൽ അത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി എനി മീഡിയം. ലാംഗ്വേജ് അല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആളും ഇംഗ്ലീഷ് അറിയാത്ത ഒരു ഫ്രഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. ദേ ക്യാൻ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കൺവേ വാട്ട് ആർ ദേ ട്രൈങ് ടു സേ. പക്ഷെ എക്സ്പ്രഷൻ ഇസ് ദ വേർഡ്. ഞാൻ എന്ത് പറഞ്ഞാലും ഞാനൊരു 100 വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് 100 മിനിറ്റ്സിന് സംസാരിച്ചാലും ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു കൺവേ സംതിങ്, ദാറ്റ് ഈസ് എക്സ്പ്രസിങ്. ഐ എം നോട്ട് ഏബിൾ ടു എക്സ്പ്രസ് വാട്ട് ഐ എം ഇൻറ്റൻറ്റിങ് ടു. ഞാൻ ഒരു സാധനം തന്നെ മാറ്റി മറിച്ചും തിരിച്ച് പറഞ്ഞാലും ഇറ്റ് ഷുഡ് ബി കൺവേഡ്. അതാവാത്തതാണ് അവരുടെ മെയിൻ പ്രശ്നം. സോ അതെങ്ങനെയാണ് കൺവേ ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതി അത് അവർക്കറിയില്ല. അറിയില്ല എന്നുള്ളതിനെക്കാട്ടിലും ഓവർ തിങ്കിങ്. അത് ദർ ഇസ് എ പ്രോസസ്, ദർ ഇസ് എ വേ ടു ഡു ദാറ്റ്. അത് എളുപ്പമാണ്. ഫസ്റ്റ് ദർ ഇസ് എ സ്റ്റാർട്ടിങ് ട്രബിൾ. ഇത് ഞാൻ ചെയ്യണം, അത് എങ്ങനെ ചെയ്യും? സോ ദാറ്റ് ഇസ് എ സ്കിൽ. എങ്ങനെ ചെയ്യും എന്നുള്ളത് സ്കില്ലാണ്. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് അവർ ഡിസൈർ ചെയ്തത് തന്നെയാണോ, മേ ബി അതിന് ഡീവിയേറ്റ് ആയി പോയോ എന്നുള്ളതും അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സംസാരിക്കാൻ ഇപ്പോൾ വിക്കുണ്ട് എന്ന് വെക്കൂ, സംസാരിക്കാൻ ഫോർ എക്സാമ്പിൾ പറയാട്ടോ ഞാൻ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഓർ ദേ ഫീൽ ദറ്റ് ഐ ഡോണ്ട് ലുക്ക് ആസ് ഗുഡ് ആസ് മൈ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് നല്ലതല്ല, എനിക്ക് ഇംഗ്ലീഷ് അത്രയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ലൈഫ് ലോങ് പോകേണ്ട ഒരു കാര്യമാണല്ലോ. ലൈഫിൽ ഇങ്ങനത്തെ ഒരു കാര്യം വന്നതുകൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന് വെക്കും, ഇൻസെക്യൂരിറ്റീസ് കാരണം. അത് ഇൻട്രോവേർഷനായിട്ട് കണക്ക് കൂട്ടുമോ, അതോ അത് ഈസ് ഇറ്റ് സംതിങ് എൽസ്? ഇൻട്രോവേർഷൻ അല്ല, ഡെഫിനറ്റ്ലി ഒരു ഇൻസെക്യൂരിറ്റി ഒരാൾക്കുള്ളത്
ഇൻട്രോവേർഷൻ അല്ല. അതായത് അതിന്ന് കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ടാവുന്നതോ വോക്കലാവാൻ പറ്റാത്തതോ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തതോ ഒന്നും ഇൻട്രോവേർഷൻ ആയിട്ട് കണക്ക് കൂട്ടില്ല. ഇല്ല, അത് എക്സ്ട്രോവേർട്സിന് ഉള്ളതാണ്. ഓക്കെ. ഇൻസെക്യൂരിറ്റീസ്. എനിക്ക് ഒരു റീജിയണൽ സ്കൂളിൽ പഠിച്ച ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻസെക്യൂരിറ്റി ആണ്. ഓക്കെ. അതിങ്ങനെ പ്രൊലോങ് ചെയ്ത് പോയ ഇൻട്രോവേർഷൻ ആവോ? ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല, ഇൻട്രോവേർഷൻ ആവില്ല. പക്ഷെ അത് ആൾക്കാർ കാണുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആണ് തോന്നും. അതെന്താണെന്നറിയോ, ആൾക്കാർ ഇൻട്രോവേർട്ട് എന്താണെന്ന് മനസ്സിലാക്കണം മുമ്പ് ദ നെഗറ്റീവ് സൈഡാണ് ഇൻട്രോവേർഷൻ എന്ന് വിചാരിക്കുക. ഇൻട്രോവേർഷൻ ഇസ് ആക്ച്വലി സ്ട്രെങ്ത്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ എനർജി. പക്ഷേ വെൻ പീപ്പിൾ സീ സംബഡി സ്ട്രഗിളിങ്, അതാണ് ഇൻട്രോവേർഷൻ എന്ന് വിചാരിക്കും, ലേബിൾ ചെയ്തേക്കും. സോ ആ ലേബിളിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം. സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇൻട്രോവേർഷൻ, ഇൻട്രോവേർട്സിൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇതുണ്ടാവില്ല. സോ ബേസിക്കലി ഒരു ഇൻട്രോവേർഷൻ എങ്ങനെ ഒരു ഇൻട്രോവേർട്ടാണ് ഒരു കുട്ടീന്ന് കൺഫേം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ കുട്ടിയോടോ അല്ല അവരുടെ കൂടെ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം. ഓവർ നൈറ്റിലോ ഇല്ല ഒരു ക്വസ്റ്റ്യനർ എടുത്തിട്ട് ഇതൊക്കെയാണോ നീ ഇതൊക്കെയാണ്, നമ്മൾ തന്നെ ഒരു മിസ്ബിലീഫാണ്, നമ്മുടെ ഒരു ഡിസ്ബിലീഫിലാണ് നമ്മളുള്ള ദാറ്റ് എനിക്ക് ഈ ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് ഈ കഴിവില്ല, അപ്പം ഞാൻ ഇൻട്രോവേർട്ട് അതിൽ അങ്ങനെയാണ് വരിക. ഓട്ടോമാറ്റിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടാണ് എന്നുള്ള ഒരു തോട്ട് അവർക്ക് ഉണ്ടാവും. പക്ഷേ ഇത് ബൈ കോൺഷ്യസ്ലി അവരുടെ കൂടെ ജീവിക്കുമ്പോൾ സ്പെൻഡ് മെനി അവേഴ്സ് വിത്ത് ദെം ചെയ്യുമ്പോൾ തന്നെ വി ക്യാൻ സി ഏത് ഘട്ടങ്ങളിൽ അവരുടെ എനർജി ഡ്രോപ്പ് ആവുന്നത്, ഏത് ഘട്ടങ്ങളിൽ അവരുടെ എനർജീസ് റേസ് ആവണേ. ആൻഡ് അതിൻ്റെ ഗ്യാപ്പ് ലെറ്റ്സ് സേ ഒരേ കാര്യം ചെയ്യുമ്പോൾ അവരുടെ എനർജി ഡ്രെയിൻ ആവണം, ഒരേ കാര്യം ആ സെയിം കാര്യം ചെയ്യുമ്പോൾ അവരുടെ എനർജി റേസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്തായിരുന്നു, ഈ ചെയ്യും ഉടനെ ഇൻക്രീസും ഡിക്രീസും ആവില്ല. അതിനൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നോ, മേ ബി ഒരു കാര്യം ചെയ്ത് നെക്സ്റ്റ് ആഴ്ച ചെയ്യുമ്പോൾ റേസ് ആവുന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ വാട്ട് ദേ ഡു, അത് കാരണം അവർക്ക് വെറുതെ സൈലൻറ്റ് ഒരു വീട്ടിൽ പോയിരുന്ന് ദേ ഡീടോക്സിഫൈഡ്, സോളിറ്റ്യൂഡ്, ബുക്ക് വായിച്ചു, പെയിൻറ്റ് ചെയ്തു, ഡാൻസ് ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു, വാട്ട് എവർ ദേ ലൈക്ക് ആസ് റീചാർജിങ് പോയിൻറ്റ്സ്. അത് ചെയ്തതുകൊണ്ടാണ് അവരുടെ സെയിം ആക്ടിവിറ്റി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ സോ ദാറ്റ് കൗണ്ട്സ് ഇൻ ടു ഇൻട്രോവേർഷൻ. സോ ഓക്കെ. ഇപ്പം നേരത്തെ സംസാരിച്ചു പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കോമൺ സ്ട്രഗിളായിട്ട് എല്ലാവരും പറയാന്ന്. അപ്പോൾ ഇപ്പം യു ആർ എൻ ഇൻട്രോവേർട്ട് ആൻഡ് യു റിയലൈസ്ഡ് ഇറ്റ്. അങ്ങനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇഫ് ദേ വോണ്ട് ടു ഇംപ്രൂവ്, അല്ലെങ്കിൽ അത് സ്ട്രെങ്ത് ആണ് എന്ന് മനസ്സിലാക്കില്ലല്ലോ, യൂഷ്വലി ആൾക്കാർ മനസ്സിലാക്കില്ല, ലിമിറ്റേഷൻ ആയിട്ട് തന്നെയാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ എന്താണ് തിരിച്ചറിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിസ്കവറിങ് യുവർ ഓൺ സെൽഫ് വിച്ച് ഇസ് കാറ്റഗറൈസിങ് ആസ് സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കഴിവുകൾ, ലിമിറ്റേഷൻസ് പറഞ്ഞാൽ നമ്മൾ എവിടെ ഏരിയാസ് ടു ഇംപ്രൂവ്, നമുക്ക് ഇതൊക്കെ നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നില്ല, വേറെസ് എൻ്റെ വയസ്സിന് എന്നെ പോലെ തന്നെ എൻ്റെ പിയർ നന്നായി ചെയ്യുന്നുണ്ട്, ഈ സംഭവത്തിൽ ഞാൻ അത്ര അല്ല, അപ്പോൾ അത് ഇറ്റ്സ് എൻ ഏരിയ ടു ഇംപ്രൂവ്. അപ്പോൾ ആ ഇതിന് ലിമിറ്റേഷനായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെങ്ത്സിന് എപ്പോഴും ഇനി എൻഹാൻസ് ചെയ്യാനോ ട്രൈ ചെയ്യുള്ളൂ, ലിമിറ്റേഷൻസിനെ അതിനെ കൺവേർട്ട് ഇറ്റ് ആസ് സ്ട്രെങ്ത്. ഈ ലിമിറ്റേഷൻ ഹൗ ക്യാൻ ഐ യൂസ്, അതിന് ലിമിറ്റേഷൻ എടുത്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോബ്ലമാണ്, വേഗം കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ജോയിൻ ചെയ്യുക, നിറയെ പഠിക്കുക, നിറയെ സംസാരിക്കുക, അതല്ല സംഭവം. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഹൗ ഹാവ് യു ബീൻ യൂട്ടിലൈസിങ് ഇറ്റ് ഇൻ അനദർ ഗുഡ് വേ. ലെറ്റ്സ് സേ സംസാരിക്കാനാണ് എൻ്റെ പ്രശ്നം, ബട്ട് മൈ കമ്മ്യൂണിക്കേഷൻ ത്രൂ റൈറ്റിംഗ് ഇസ് ബെറ്റർ ആണെങ്കിൽ ഐ യൂസ് ദാറ്റ് ലിമിറ്റേഷൻ ആസ് മൈ സ്ട്രെങ്ത്. ഞാൻ മുമ്പ് പറഞ്ഞോന്നറിയില്ല, ഈ ഓഫീസസിൽ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എഴുതി എടുക്കുന്ന ആൾക്കാർ മോർ ദാൻ കമ്മ്യൂണിക്കേഷൻ ഇതായിരിക്കും. സോ ഇപ്പോൾ ഒരു എൻവിറോൺമെൻറ്റിലുള്ള ആൾക്കാർ ഇൻ എ ഹയർ പ്ലേസ്, ലെറ്റ്സ് സേ ദ മാനേജർ ഓർ ദ മാനേജ്മെൻറ്റ് ടീം ഷുഡ് റെക്കഗ്നൈസ് ഈ പേഴ്സണ് ഇതാണ് ക്വാളിറ്റി, ഐ ക്യാൻ യൂട്ടിലൈസ് ഹിം. ഓർ ദ ഇൻട്രോവേർട്ട് എന്നെ പോയി പറയണം ദാറ്റ് എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഇതാണ് ഈ സിറ്റുവേഷനിൽ, സോ ഞാൻ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ്
ഇൻ എ ടീം എൻ്റെ എക്സ്പെർട്ടീസ് ഇതാണ്, ഞാൻ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ടീം വർക്ക്. സോ അപ്പോൾ ഒരിക്കലും അത് ടീം വർക്ക് ഇഷ്ടപ്പെടാത്ത ആളാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ വർക്ക് ചെയ്യുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം അതിൽ വരുന്നില്ല. വെൻ യു ആർ സ്റ്റാർട്ടിങ് ടു ബി പ്രസൻറ്റ് ദെയർ ആൻഡ് ടെൽ ഔട്ട് വോക്കലി ഓത്തൻറ്റിക്കലി, ഇങ്ങനെ ഞാൻ ഇതിലാണ് എക്സ്പെർട്ട്, ഇതിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഹെൽപ്പ് വേണം, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഹെൽപ്പോ ഗൈഡൻസോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ ഈ ഏരിയയിൽ എനിക്ക് കംഫർട്ടബിൾ ആണ്, ഞാൻ ഇനി സ്ട്രോങ്ങർ ആണ്, അപ്പോൾ അത് ഞാൻ യൂട്ടിലൈസ്, നിങ്ങൾ അതിൽ യൂസ് മൈ ദിസ് സ്കിൽ ടു ഇംപ്രൂവ്. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടോ എല്ലാവർക്കും ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്ത് ഗ്രോ ആവാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഒരാളുടെ കൂടെ കുറേ സ്പെൻഡ് ചെയ്താലാണ് അവരെന്താ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ആയിരിക്കും കുട്ടികൾ അങ്ങനെ ഇൻട്രോവേർട്സ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ ഇപ്പോൾ ഐ റിയലൈസ് ദാറ്റ് മൈ ചൈൽഡ് ഇസ് ആൻ ഇൻട്രോവേർട്ട്. അപ്പം ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു പേരൻ്റായിട്ട് കുട്ടികളെ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളത് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് മനസ്സിലാക്കിയ ശേഷം ഡോണ്ട് ജഡ്ജ്. കുട്ടി ഇൻട്രോവേർട്ടാണോ അല്ലേ എന്നുള്ളതല്ല അവിടുത്തെ ജഡ്ജ്മെൻറ്റ്. ക്രിയേറ്റിംഗ് എ കംഫർട്ടബിൾ സ്പേസ്. ഈ കുട്ടി ഇൻട്രോവേർട്ട് ആണെങ്കിലും ഷീസ് എൻ ഇൻട്രോവേർട്ട്, സംസാരിക്കില്ല ഇൻട്രോവേർട്ട്, ഇതാണ് ഫ്രണ്ട്സ് ഇല്ല ഇൻട്രോവേർട്ട്, അങ്ങനെ ചെയ്യുന്ന പകരം ആ കംഫർട്ടബിൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ആ കുട്ടിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു പേഴ്സൻ്റെ കൂടെ ഫ്രണ്ട്ലി ആവാൻ പറ്റില്ല, പക്ഷെ ആ പേരൻറ്റ് മേ ബി must be the first comfortable person to them. അപ്പോൾ അവർ become the friend. അങ്ങനെ ഏതൊക്കെ ഏരിയാസിൽ ആ കുട്ടി ഇൻട്രോവേർട്ടഡ് ട്രേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഇതിൽ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കുക. കുട്ടി സംസാരിക്കുന്നില്ല, ഗസ്റ്റിൻ്റെ മുമ്പിൽ പറയുന്നില്ല, അത്ര എന്താ പറയുക വോക്കലായിട്ടില്ല, എൻ്റർടൈൻ ചെയ്യുന്നില്ല ഗസ്റ്റിനെ, അങ്ങനെ പറയുന്ന സ്ഥലത്ത് മമ്മി പോയി മോളെ ഡാൻസ് കളിക്കുക, മോനെ അങ്ങനെ ചെയ്യുക, നീ പാട്ട് പാടി കാണിക്കുക, അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇസ് ടു ഗിവ് ദം ദാറ്റ് സ്പേസ് ഓഫ് ലൈക്ക് മോനെ നീ വരച്ചത് കാണിക്കുക, അതും ഇതല്ലേ. അപ്പോൾ തള്ളി പറയണ്ട, ലൈക്ക് ഷോ വാട്ട് ടാലൻറ്റ് യു ഹാവ്, കാണിക്കും വേണ്ട. ചില കിഡ്സ് ദേ ഡോണ്ട് ലൈക്ക്. ഇപ്പം എൻ്റെ കുട്ടികളിൽ ഗസ്റ്റ് വന്ന് മോൻ നന്നായി വരയ്ക്കുന്ന പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടം, എൻ്റെ ഇത് എന്തിനാ പറയണമെന്നാണ് ചോദിക്കുക. സോ അവർക്ക് എന്താ അതന്നെ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ് റൈറ്റ്, നമ്മൾ ആ കുട്ടിക്ക് കംഫർട്ടബിൾ സ്പേസ് ആണ് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത്. വി ആർ നോട്ട് ട്രൈങ് ടു പ്ലീസ് എവ്രിബഡി ആൻഡ് ഡോണ്ട് മേക്ക് ദ ചൈൽഡ് ബി എ പീപ്പിൾ പ്ലീസർ. ആ കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ വളരാൻ വിടുന്നതാണ് ഫസ്റ്റ് ഒരു പേരൻറ്റ്. ഒരു ലേബിൾ ചെയ്യാണ്ടിരിക്കുക, ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കൊടുക്കുക. ഇനി ഈ ആംബിവേർട്ട് എന്നുള്ളതാണോ ഒരു ഐഡിയൽ സ്പേസ് ടു ബി ഇൻ? അതായത് ഞാനൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഡു ഐ ഹാവ് ടു പുഷ് മൈ സെൽഫ്? ഇസ് ഇറ്റ് എ നെസസിറ്റി? ഞാൻ എന്നെ പുഷ് ചെയ്ത് ഞാൻ എന്നെ ഒരു ആംബിവേർട്ടെങ്കിലും ആക്കണം എന്ന് തന്നെയാണോ പറയുന്നത്? അതോ ഇറ്റ്സ് ഓക്കെ ഇഫ് യു ആർ കംഫർട്ടബിൾ ആസ് യു ആർ എന്നുള്ളതാണ്? ഐ വുഡ് സേ യു ഹാവ് ടു ബി കംഫർട്ടബിൾ ആസ് യു ആർ. ബി അൺഅപ്പോളജറ്റിക്കലി ഇൻട്രോവേർട്ട് എന്നാണ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് അതാണ് എൻ്റെ ക്യാരക്ടർ. ഞാൻ ജനിച്ചു വന്ന ക്യാരക്ടറിൽ നിന്ന് മാറി വേറൊരാൾക്ക് വേണ്ടി മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ നമ്മൾ ഒരു ഇൻട്രോവേർട്ടാണ്, സോലോ ആയിട്ടോ വർക്ക് ചെയ്യുള്ളൂ, എക്സ്പ്രസ് ചെയ്യില്ല, ബട്ട് ഐ വോണ്ട് ഗ്രോത്ത്, ഐ വോണ്ട് ടു റീച്ച് ലൈക്ക് ദിസ്, ഐ വോണ്ട് ടു ബി ദ റിച്ചസ്റ്റ് പേഴ്സൺ ഓർ എ ഫേമസ് പേഴ്സൺ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആള്, ദാറ്റ് മീൻസ് യു ആർ വർക്കിംഗ് ഇൻ എൻ എൻവിറോൺമെന്റ്. ആ എൻവിറോൺമെന്റിലേക്ക് അഡാപ്റ്റ് ആവണം. സോലോ ആയിട്ട് ഒരു സാധനവും ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ അറ്റ്ലീസ്റ്റ് become an ambivert. Ambivert is a balancing act. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ഇൻട്രോവേർഷനും എക്സ്ട്രീം എക്സ്ട്രോവേർഷൻ്റെ നടുക്ക് നിൽക്കാൻ ആംബിവേർഷൻ, ബാലൻസ് ഇറ്റ് ഔട്ട്. ഈ ബാലൻസിങ്ങിൽ എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് കംസ് എസ് എനർജി ബാലൻസ് തന്നെയാണ്. കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഹൗ ക്യാൻ യു ബാലൻസ്? ഒരു പോയിന്റ് കൺവേ ചെയ്യുമ്പോൾ കൺവേ ദ കീ പോയിന്റ്സ്. ദിസ് ഈസ് വാട്ട് ഐ എം ഡൂയിങ്, ബട്ട് ഐ വിൽ ഗിവ് യു എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓൺ ദിസ്. അങ്ങനെ പറയുന്ന ബാലൻസിങ് ആക്ടിന് ദാറ്റ് പീപ്പിൾ വിൽ ലവ് ഇറ്റ്. ഇതുവരെ ഞാൻ കണ്ടിട്ട് എവിടെയും വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. ആസ് എ സ്റ്റുഡൻറ്റ് ഇതൊരു ടീച്ചറിനോട് പറയണം, ലൈക്ക്
എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം, ഒറ്റയ്ക്ക് ആൻസർ പറയാൻ പറ്റും. സോ ദാറ്റ് ഇന്നത്തെ കാലത്തെ ടീച്ചേഴ്സ് ദേ അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, പറഞ്ഞോട്ടെ എന്നുള്ളത്. സോ ദാറ്റ് ഇസ് അനദർ വേ ഓഫ് ബാലൻസിങ്. സ്ലോലി ദാറ്റ് മീൻസ് ദാറ്റ് എപ്പോഴും ടീച്ചറോട് ഒറ്റയ്ക്ക് ഇപ്പോൾ പറയാനല്ല. ബിക്കമിങ് ആൻ ആംബിവേർട്ട് ടീച്ചറോട് പറഞ്ഞു, ഇപ്പം നൗ സ്റ്റാർട്ട് ഡൂയിങ് ഇൻ എ സ്മോളർ സർക്കിൾ. ഇതിന് അഗൈൻ രവീന്ദ്രനാഥ് ടാഗോർ ഇസ് അനദർ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ദിസ് ഓൾസോ. ബിക്കോസ് പുള്ളിക്കാരൻ പോയംസ് എഴുതി കഴിഞ്ഞ പിന്നെ പുള്ളിക്കാരന് അത് എന്താ പറയുക, അറിയിക്കേണ്ട ഞാനിങ്ങനത്തെ ഒരു ടാലൻറ്റഡ് പേഴ്സൺ ആണ്, ഹി ലൈക്സ് ടു ബി നോൺ. അപ്പം പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പബ്ലിഷ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അനോണിമസ്ലി പബ്ലിഷ് ചെയ്തു. നോ. അപ്പോൾ ആൾക്കാർ വായിക്കുമ്പോൾ ഇൻ സം അതർ ഗ്യാതറിങ്, സ്മോൾ ഗ്യാതറിങ്സ്, പുള്ളിക്കാരന് ക്ലോസ് ഫ്രണ്ട്സ് വരുമ്പോഴൊക്കെ പറയും, നീ ഇങ്ങനെ ഒരാളുടെ ഇത് കണ്ടോ, നന്നായിട്ടുണ്ടായിരുന്നു, അങ്ങനെയെന്ന് പറഞ്ഞു വരുമ്പോൾ ദെൻ ഹി ഫെൽറ്റ് പ്രൗഡ്. അങ്ങനെ ഞാൻ എഴുതിയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ലോലി ഹി സ്റ്റാർട്ടഡ് റിവീലിംഗ്. സോ ദാറ്റ് ഇസ് ഹൗ ഹി സ്റ്റാർട്ടഡ് ബാലൻസിങ്. റിവീൽ ചെയ്യാൻ ഇത് അപ്പം നീ എൻകറേജ്മെൻറ്റ് കിട്ടി, നീ എഴുതണം, നീ കൂടുതലിന്. സോ വൺസ് ദാറ്റ് എൻകറേജ്മെൻറ്റ് ഇസ് റിസീവ്ഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് publicizing his name and whatever stories or എഴുതാൻ തുടങ്ങിയപ്പോൾ he got the confidence, കൂടുതൽ കോൺഫിഡൻസ്. പിന്നെ he started reciting it. എഴുതി മാത്രം കൊടുക്കല്ല, then he started reciting. That took practice anyways, that will happen. So that is again a balancing act. So ഇങ്ങനെ ഗ്രാജ്വലി നമ്മൾ കൊണ്ടുപോവുക ആസ് എൻ ആംബിവേർട്ട്. know your space. So to again ambivertന് അറിയേണ്ടത് എന്താ വെച്ചാൽ, is this giving me pleasure? Is this energizing me? How can I balance this? ഇത് ബാലൻസ് ആവുന്നില്ലെങ്കിൽ സ്ലോലി വിഡ്രോ ആൻഡ് ട്രൈ അനദർ മെത്തേഡ്. സോ ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് എക്സ്പെരിമെൻറ്റേഷൻ. അത് ചെയ്തേ പറ്റൂ. ഇനി ഇപ്പം നമുക്ക് സോഷ്യൽ ഗ്യാതറിങ് ഇതെല്ലാം യൂഷ്വലി ഇൻട്രോവേർട്സിന് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഇപ്പം ആ ഒരു ഡീപ്പർ ലെവലാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ലൈഫിൽ അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ. ആസ് ഇപ്പോൾ കല്യാണമാണ് നമ്മുടെ തന്നെ ഒരു ഇൻട്രോവേർട്ടിന് കല്യാണം കഴിക്കണം, അപ്പം ആൾക്കാരെ നമ്മൾ വിളിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ആൾക്കാർ കൂടിയിരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് പ്രസൻറ്റ് ആവേണ്ടയും ഇരിക്കേണ്ടതൊക്കെ ആവശ്യം വരും. അങ്ങനെയുള്ള സമയത്ത് എന്തായിരിക്കും ഒരു സ്മോൾ പ്രാക്ടീസ് യു വുഡ് സേ, അല്ലെങ്കിൽ എങ്ങനെ മെൻ്റലി മാനസികമായി എങ്ങനെ തയ്യാറെടുക്കാനായിരിക്കും പറയുക? ഇപ്പോൾ ഇതിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, ഐ ഹവ് ബീൻ വാച്ചിങ് ഹിം ഫോർ എ ലോങ് ടൈം. അപ്പോൾ പുള്ളിക്കാരൻ ഇൻട്രോവേർട്ട് ആണല്ലോ. ഈ ഇൻട്രോവേർഷൻ പണ്ട് പുള്ളിക്കാരൻ, ഞാൻ ഒരു സ്റ്റോറി ആയിട്ട് കാണുവാണെങ്കിൽ, ബോൺ ആസ് എ ഇൻട്രോവേർട്ടഡ് ചൈൽഡ്, അതിന് ആഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ്റെ സിബ്ലിംഗ് മരിച്ചു. സോ ഹി ഫെൽറ്റ് ലൈക്ക് എ വോയിഡ് ദെയർ. അത് കഴിഞ്ഞിട്ട് ഹി ഫൗണ്ട് ഹിസ് പാഷൻ ഇൻ ആക്ടിങ്. പക്ഷെ ആക്ടിങ്ങിന് പോയപ്പോഴും അഫ്കോഴ്സ് ആക്ടിങ് ഇസ് എ ഡെലിവറി. ആ ഡെലിവറിയിൽ ശരിയായിട്ടില്ല, ഓർ ഇംപ്രസ് ആയിട്ടില്ല. ബിക്കോസ് ആ സമയത്ത് നല്ല ആക്ടേഴ്സ്, രജനീകാന്തും കമൽഹാസനൊക്കെ വലിയ ഇതായിരിക്കുന്ന സമയത്താണ് ഹീസ് എൻട്രിങ്. അപ്പോൾ ആ സ്റ്റൈൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറേയൊക്കെ മോക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ. ഒരിക്കലും സെറ്റ് ബാക്ക് ആയിട്ടില്ല. He was so resilient. He came back, improve ചെയ്തു. So he learned how to improve areas of improvement. He improved his dance, music, way of acting, എല്ലാ ഇതിലും ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഒരു ഫാൻ ഫോളോയിങ് തുടങ്ങി. സോ വൺസ് ദിസ് ഫാൻ ഫോളോയിങ് തുടങ്ങിയപ്പോൾ, തമിഴ്നാട്ടിൽ തന്നെ കുട്ടി ഫാൻ ക്ലബ്സ് അവിടെ എമർജ് ആവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്തു, ദർ ഇസ് എ പേർപ്പസ്. ലൈക്ക് ഞാൻ ആക്ട് ചെയ്യാൻ വരുന്നത് എന്താ, ജസ്റ്റ് നോട്ട് ടു ഡിസ്പ്ലേ ഹിസ് ടാലൻറ്റ്, ഇമ്പാക്റ്റ് ആൻ ഓഡിയൻസ്. ഈ ഇമ്പാക്റ്റ് ഇൻട്രോവേർട്സിന് ഓർ എവറിബഡി മസ്റ്റ് ബി ഹാവിങ്, ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് എപ്പോഴും വിചാരിക്കുന്നത്, ഹൗ ക്യാൻ ഐ ഇമ്പാക്ട് ദ സൊസൈറ്റി, എന്നെ കൊണ്ട് എന്താ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുക, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അത് ഡെഫിനറ്റ്ലി എവറിബഡി മസ്റ്റ് ബി ഹാവിങ് അറ്റ്ലീസ്റ്റ് എ സ്മോൾ എമൗണ്ട്. ഒരു പ്ലാന്റ് വീട്ടിൻ്റെ ഉമ്മർത്ത് ചെയ്യുന്ന ആൾ പോലും ആ തോട്ടിലാണ് ചെയ്യുന്നത്, ദറ്റ് ദിസ് ഈസ് കോൺട്രിബ്യൂട്ടിങ്. ദറ്റ് ഇസ് എ സ്കെയിൽ. ഇപ്പോൾ വിജയ് അങ്ങോട്ട് വരുമ്പോൾ, വെൻ ഹി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഫാൻ ഫോളോയിങ്, ചെറിയ ക്ലബ്സൊക്കെ ഉള്ളപ്പോൾ ഹീ സ്റ്റാർട്ടഡ് ഡൂയിങ് സോഷ്യൽ സർവീസ്. ഇൻ ദ സെൻസ് ഈ ബ്ലഡ് ഡൊണേഷൻ. പുള്ളിക്കാരൻ ഏതെങ്കിലും മൂവി റിലീസ് ആവണ ദിവസം ഫാൻസൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യണമ്പോൾ, along with that do this also, do some service. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെ, once he came to the peak, he did a lot more through the clubs.
ഈ ക്ലബ്സാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ചീഫ് മിനിസ്റ്റർ ആവും. ഇറ്റ് വാസ് നോട്ട് എ ഓവർനൈറ്റ് ട്രാൻസിഷൻ ടു എ ചീഫ് മിനിസ്റ്റർ. ഹി ഓവർ ദ പീരിയഡ് ഹി ലേൺഡ് ദ സ്കിൽ. അത് ആദ്യം സംസാരിക്കാത്ത ഒരാൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങി, പിന്നെ അത് മാസിനെ എങ്ങനെ എത്തിക്കാൻ തുടങ്ങി ഇൻ ഹിസ് ഓൺ പേസ്. ആൻഡ് ദെൻ നൗ ഹി സ്റ്റാർട്ടഡ് എ പാർട്ടി വിച്ച് ഷീസ് ലൈക്ക്, ആൻഡ് ദെൻ ഹി ബിക്കേം എ CM. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം വിജയിനെ പുറത്തുനിന്ന് ഇത്രയും ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്തിട്ടില്ലെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്കൊരു എക്സ്ട്രോവേർട്ടഡ് ആണ് തോന്നുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ ത്രൂ ട്രെയിനിങ് ആൻഡ് എവറിത്തിങ് ആൻ ഇൻട്രോവേർട്ട് ക്യാൻ ലുക്ക് ലൈക്ക് എ എക്സ്ട്രോവേർട്ട് ഓർ ക്യാൻ ബിക്കം ആൻ എക്സ്ട്രോവേർട്ട്? Yes, definitely they can become an extrovert provided balancing of energy. ഈ ഞാൻ എക്സ്ട്രോവേർട്ട് ആയി അതുകൊണ്ട് എൻ്റെ ഇൻട്രോവേർഷൻ ഫുള്ളായിട്ട് പോയി ഞാൻ എൻ്റെ ക്യാരക്ടർ മാറ്റി ഞാൻ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയി, അങ്ങനെ അല്ലാതെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആൾക്കാർ. എനിക്ക് വിജയ് ബി സ്റ്റിൽ സ്ട്രഗ്ലിംഗ് എന്തെങ്കിലും ഇങ്ങനെ ഡെഫിനറ്റ്ലി എല്ലാവരും എവറി എക്സ്ട്രോവേർട്ട് ഇസ് ഓൾസോ സ്ട്രഗ്ലിംഗ്. അല്ല, ഞാൻ ചോദിക്കുന്ന ആ ഒരു ഇൻട്രോവേർട്ടിന് ഉണ്ടാവേണ്ട ഏരിയാസിൽ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നേ ഇല്ല. വി ഫീൽ ദറ്റ് ഹീസ് ലൈക്ക് ഔട്ട് ദെയർ എവ്രിവെയർ എന്ന് നമുക്ക് തോന്നണേ. പക്ഷെ ഞാൻ ചോദിക്കണേ, ഇപ്പോഴും ഒരു വലിയ മാസ് ഓഡിയൻസിനെ അടുത്ത് പോകുമ്പോൾ എനർജിയൊക്കെ പുള്ളിക്ക് ഡ്രെയിൻഡ് ഔട്ട് ആവണ പോലെ തോന്നുന്നുണ്ടാവാൻ സാധ്യത ഉണ്ടാവും. ലൈക്ക് ദർ ഷുഡ് ബി, ബട്ട് ദ കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ടാവും. ரொம்ப ചെറിയ കാര്യത്തിന് തന്നെ ഡ്രെയിൻ ഔട്ട് ആവുന്ന ആള് ഇപ്പോൾ വന്നിട്ട് കുറേ കൂടി ഇത് ഇറ്റ്സ് ഓൾ മെന്റൽ എക്സസൈസ്. മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻട്രോവേർഷൻ ടു. ഫൈനലി നമുക്ക് ബുക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കോസി ടു ക്രേസി ഓസം എന്നാണ് ബുക്കിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ആമസോണും എല്ലായിടത്തും അവൈലബിൾ ആണ്. ശരിക്കും അങ്ങനെ ഒരു ബുക്ക് എഴുതാനുള്ള തോട്ട് എങ്ങനെയാണ് വന്നത്? എന്താണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്? ദിസ് അഗൈൻ ഗോസ് ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ഞാൻ സ്ലോലി ഒരു ആംബിവേർട്ടായിട്ട് മാറുന്ന സമയത്ത് എനിക്ക് ഒരു നമ്മൾ എപ്പോഴും ഒരു പേർപ്പസ് ഡ്രിവൻ ആണ്. ലൈക്ക് വിജയ് ടു ഹെൽപ്പ് മാസ് തമിഴ് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യണം, അതുകൊണ്ട് CM ആയി എന്നുള്ള ഇത് വരുന്ന പോലെ തന്നെ എവറി ഹ്യൂമൻ ഹാസ് ദെയർ ഓൺ പേർപ്പസ്. ഇറ്റ് ഡ്രൈവ്സ് ദം. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കെപ്പോഴും ഒരു വേദന ഉള്ള സമയങ്ങളായിരുന്നു ഈ ചെറുപ്പകാലത്ത്. ഇൻട്രോവേർട്ടാണ്, ഇത് പറ്റില്ല, ഷീ ഈസ് നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദിസ്, നോട്ട് ഗുഡ് ഇനഫ് ഫോർ ദാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. സോ ആ ഫീലിംഗ് ഒരു ഘട്ടത്തെ എൻ്റെ മാറി. വെൻ somebody is feeling that, അപ്പോഴാണ് ആ പെയിൻ വരുന്നത്. ഈ ഓഫീസിൽ മീറ്റിങ്സ് നടക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഇൻട്രോവേർട്സ് സൈലൻ്റ് ആയിട്ട് ബാക്കിൽ പോയിരിക്കും, എക്സ്ട്രോവേർട്സ് ഒക്കെ ഫ്രണ്ടിലായിരിക്കും. പിന്നെ വർക്ക് രാപ്പകലിരുന്ന് അവരായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ പ്രസൻറ്റ് ചെയ്യുന്നത് അതിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ബിക്കോസ് ദേ ആർ വെരി ഗുഡ് ഇൻ ദെയർ ജോബ്. ക്ലയൻസിൻ്റെ അടുത്ത് പോയി പ്രസൻറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ആൻഡ് ക്ലയൻസ് വിൽ അപ്രീഷിയേറ്റ്, യു ഡിഡ് എ വെരി ഗുഡ് ജോബ് എന്ന് പറയും. പക്ഷേ ആക്ച്വലി ഹാർഡ് വർക്ക് ഇവരാ ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു പെയിനെ കാണുമ്പോൾ ഐ വെൻറ്റ് ത്രൂ ദാറ്റ് വൺസ്. അവരുടെ കാണുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് വൈ ഡോണ്ട് ദി ചേഞ്ച്? ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് ദം ചേഞ്ച്, അത് ഒരു വലിയ എനിക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിലോ ഇപ്പോൾ ഇറങ്ങി സംസാരിക്കണം എന്നുള്ള തോട്ട് വരാത്തതുകൊണ്ട് ദ ബുക്ക് വാസ് ഇൻ മൈ മൈൻഡ്, മൈ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പെട്ടെന്ന് ഒരു സ്റ്റേജ് ഇട്ടിട്ട് മൈക്കും പിടിച്ച് ഇത് പറയാൻ പറ്റില്ലല്ലോ, ഗൈസ് യു നീഡ് ടു ബിക്കം ദിസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട്. സോ മൈ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് റൈറ്റിംഗ് എ ബുക്ക്, ബിക്കോസ് ബുക്ക് ഇസ് എ കണ്ടന്റ് വിച്ച് ഈവൻ ഇഫ് ഐ എം നോട്ട് ദെയർ ദ ബുക്ക് ഇസ് ഗോയിങ് ടു ലിവ്. അപ്പോൾ എൻ്റെ നോളജ് ഇറ്റ് ഈസ് ബീൻ ട്രാൻസ്ഫേർഡ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബുക്ക് എഴുതിയത്. സോ ആൻഡ് ഐ ഹവ് സീൻ ദാറ്റ് ദ ബുക്ക് റൈറ്റിംഗ് ഇസ് നോട്ട് ജസ്റ്റ് ഞാൻ എവിടേക്കോ വായിച്ചതെടുത്ത് ഞാൻ ബുക്കിൽ എഴുതിയതല്ല. ഇറ്റ് ഈസ് ഫ്രം ദ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാഡ് ആൻഡ് ഓൾസോ ഒബ്സർവിങ് other masters, whoever has achieved, who was an introvert but has achieved so much in their life, അവരെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയ ആൾക്കാരെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ. സോ ദാറ്റ് ഈസ് ഹൗ ഐ എൻഡഡ് അപ്പ് ഇൻ എ ബുക്ക്. അപ്പോൾ ഇൻട്രോവേർട്സ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ടു അറ്റ്ലീസ്റ്റ് ബിക്കം ഓർ ലൈക്ക് ടു ബിക്കം ആൻ ആംബിവേർട്ട്. അപ്പം ഞാൻ പറഞ്ഞ ബുക്കിൻ്റെ പേര് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി വൈൻഡപ്പ് ചെയ്യാണ് ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റെ മുന്നേ ഞാനിപ്പം സംസാരിച്ച സമയത്ത് പറഞ്ഞു എനിക്ക് കുറേ വർഷമായിട്ട് അറിയാം ഷർമിളേനെ.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സിനിമ അറിയുണ്ടാവുമല്ലോ, കക്ഷ്യാമണി പിള്ള. എൻ്റെ എൻ്റെ സിനിമ എന്ന് ഞാൻ പറയുമ്പോഴും ശരിക്കും അത് എൻ്റെ സിനിമയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ്റെ ഇപ്പം എക്കോ കിഷ്കിന്താകാന്ഡം എല്ലാവർക്കും അറിയാം. ഹീസ് ലൈക്ക് എ വെരി ഫേമസ് പേഴ്സൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ്. അങ്ങനെയാണ് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ആൻഡ് ഐ ആക്ച്വലി നോ ഹർ ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രം എൻ ആർട്ടിസ്റ്റ് ടു ഇങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്യണ വരെ. അപ്പോൾ ദിൻജിത്ത് സാർ കൂടെ വന്നിട്ടുണ്ട് വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദിൻജിത്ത് സാറിനെയും കൂടെ വിളിക്കുകയാണ്. പ്ലീസ് കം. ദിസ് ഇസ് എ സർപ്രൈസ്. ഹലോ. മൈക്ക് ശരിക്കും മീറ്റ് വേണേ വെച്ചോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചു. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവല്ലോ, നമ്മളൊക്കെ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ, ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ആണോ, അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ചമ്മുവിൻ്റെ ഈ ഒരു ജേണി കണ്ടപ്പോൾ? ഞങ്ങൾ അങ്ങനെ ആട്ടോ വിളിക്കുക. അപ്പോൾ ശർമ്മിളയുടെ ഒരു ജേണി കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതെന്ന് ഒരു ഇൻട്രോവേർട്ട് ആണ് എന്നുള്ളതെന്ന് ടു എ ട്രെയിനർ, അത് എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചമ്മൂനെ കണ്ടത് ഫുൾ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. എന്താണ് ഞങ്ങൾക്ക് പരിചയപ്പെട്ട ഫൈനാൻസ് കോളേജ് ലൈഫല്ലേ. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഫേസ് ഉണ്ടായിരുന്നു, ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ഓഫീസ് നടക്കും മെൻഷൻ ചെയ്തത് അതാണ്. അതെ, അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അതെല്ലാം റിസൈൻ ചെയ്തു. ദെൻ ഷീ ഈസ് ലൈക്ക് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ടോട്ടലി ഇൻ ടു പെയിൻറ്റിങ് ആർട്ട് ഇതെല്ലാം. ഓക്കെ ഫൈൻ, ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കാലഘട്ടം വരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാമോ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 years ആക്ച്വലി ഇങ്ങനെ എൻ്റെ ആ ഒരു സ്ട്രഗിളിൽ. അതെ, സ്ട്രഗിളിലും. ആ സമയത്ത് അവൾ ജോലിക്ക് പോയി. പിന്നെയാണ് എന്നോട് ഒരു ദിവസം പറഞ്ഞു ഞാൻ ഇനി ജോലിക്കൊന്നുമില്ല, നിങ്ങളിപ്പോൾ ലേശൊക്കെ ഓക്കെ, ഞാൻ ഇത്രയും കാലം നിനക്ക് സപ്പോർട്ട് ചെയ്യില്ല, ഇനി നീ എനിക്ക് സപ്പോർട്ട് ചെയ്തോ. അങ്ങനെയാണ് കിഷ്കിന്ത ടൈമിൽ റിസൈൻ ചെയ്തത്. ഞാൻ എൻ്റെ പടങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓക്കെ ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള ജേണിയിൽ പോകാമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പെയിൻറ്റിങ് ആണെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പെയിൻറ്റിങ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സല്ലോ എന്നോട് ഞാനിങ്ങനെ ഒരു ബുക്ക് എഴുതിയിരിക്കും. ബുക്ക് ദിൻജിത്ത് ആക്ച്വലി എന്നെ ഇൻട്രോവേർട്ടായിട്ട് കണ്ടിട്ടില്ല. കൂടുതൽ എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആവുന്ന കാര്യം എൻ്റെ ദിൻജിത്തിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കോളേജ് ടൈം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അവിടെയാണ് ഞാൻ ദിൻജിത്തിനെ ആദ്യം കാണുന്നത്. സോ മീറ്റ് ചെയ്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ മാറിയായിരുന്നു. ബിക്കോസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ. എന്നെ ഒരു തുള്ളി പോലും അറിയാത്ത ആൾക്കാരോട് ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ അങ്ങനെ തകർപ്പൻ ഡിഫറെൻറ്റ് പേഴ്സണായിട്ട് നടക്കുമ്പോഴാണ് ദിൻജിത്ത് എന്നെ കാണുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ബുക്ക് എഴുതുന്നവരെ ആർക്കും അറിയില്ല. എൻ്റെ അമ്മയ്ക്കും അറിയില്ല, അനിയത്തിക്കും അറിയില്ല, ദിൻജിത്തിനും അറിയില്ല. ഒരു ദിവസം ഞാൻ എഴുതി കഴിഞ്ഞു, പബ്ലിഷ് എല്ലാം ചെയ്ത് പിന്നെ ഇവർക്ക് ഞാൻ കാണിച്ചു. ഇൻട്രോവേർട്സ് ക്യാൻ ബി വെരി സീക്രട്ട്. അതാണ് അടുത്ത ക്യാരക്ടേഴ്സ്. അതാണ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് അത് ഓക്കെ എഴുതുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു വേറെ ഒരു കഴിവാണ്. അതിലേക്ക് ഷർമിളക്ക് പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായപ്പോൾ ഓക്കെ ഗുഡ്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു അപ്പം വൈഫ് ഇനി നിങ്ങൾ സ്ക്രിപ്റ്റെല്ലാം എന്തല്ലാതെ. ഈ ഗ്രോത്ത് ആക്ച്വലി വെരി എനർജൈസിങ് ഗ്രോത്ത് ആണ്. ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയണത് ഇമോഷണൽ സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടില്ല ദിൻജിത്തിന്, ഐ തിങ്ക്. ബിക്കോസ് ഞാൻ കൂടുതൽ കൊടുത്തത് ലൈക്ക് ഐ ഫിൽഡ് ദ വാക്യൂം വേർ ഹി വാസ് നോട്ട് ദർ. സിനിമ ഫീൽഡിൽ പോകുമ്പോൾ ഹി നീഡഡ് ഹിസ് ടൈം. പക്ഷെ ഇപ്പോൾ വാട്ട് ഐ ഗെറ്റ് ഇസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ഇമോഷണലി ആസ് വെൽ ആസ് ഫില്ലിങ് അപ്പ് ദാറ്റ് വാക്യൂം. എന്താ പറയുക, ഒരു മുമ്പ് ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഇപ്പോൾ അതില്ല. മോർ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഡൂയിങ്. ബിക്കോസ് ഒരു വിധത്തിൽ ദിൻജിത്ത് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഗ്രോത്തിൽ സ്റ്റാർട്ടായപ്പോൾ തന്നെ ഹീ സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് മീ. പിന്നെ അത് വെറുതെ ചെറിയൊരു സപ്പോർട്ടൊന്നും അല്ല കേട്ടോ. ഇപ്പം ചെറിയൊരു ഐഡിയ പറയണേ, എൻ്റെ മൈൻഡ് ഇതാണ് ഞാൻ ചെയ്യണം വിചാരിച്ചു. ഇത് വരുന്നത് എപ്പോഴത്തേക്കും എത്ര വലിയൊരു ഐഡിയ ആയിരിക്കും, വലിയ ഗ്രാൻഡ് ഐഡിയ ആയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വേഗം സ്ലോ ഡൗൺ ചെയ്യും. അല്ല ഇങ്ങനെയല്ല എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ വേണ്ട. ഐ ആം ഓൾവേസ് എ സ്ലോ ഗ്രോ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും റിലേഷനും ഏറ്റവും നന്നായിട്ട് തന്നെ പോട്ടെ, രണ്ടുപേരുടെയും ഗ്രോത്തും ഏറ്റവും നന്നായിട്ട് തന്നെ പോട്ടെ. അപ്പോൾ ഇപ്പോൾ രണ്ടുപേർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഷിബ്ല ഫോർ ഹാവിങ് മീ ആൻഡ് ദിൻജിത്ത് ഹിയർ. എനിക്ക് വളരെ കുറേ കാലങ്ങൾ എനിക്ക് ആക്ച്വലി ഇത്ര കണ്ടിന്യൂസ്ലി ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്ന് തന്നെ ഒരു സംശയമായിരുന്നു.
സോ ആ ഒരു സ്പേസ് തന്ന് എന്നെ കംഫർട്ടബിൾ ആക്കി ഷിബിലിയും വിജിത്തും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആദ്യം എന്നെ കംഫർട്ട് ആക്കണം. എനിക്ക് വന്നില്ല, എനിക്ക് ആങ്സൈറ്റി ആയിരുന്നു 2 ദിവസം ഞാനിത് എങ്ങനെ ചെയ്യുന്നുണ്ട് ചോദിച്ചോ. ഫുൾ ടൈം ഇന്നലെ എന്നോട് അല്ല ഇങ്ങനെ ചെയ്യുക ഇതെങ്ങനെ ഇരിക്കുക പറയാ. സംതിങ്. പിന്നെ സ്പേസ് തന്നോണ്ടാണ് ഇത് ഇത്രയും ദൂരം. ആൻഡ് യു ആർ ഡൂയിങ് എൻ ഇൻക്രെഡിബിളി ഗ്രേറ്റ് ജോബ്. ഇതിന് മുമ്പത്തെ പോഡ്കാസ്റ്റും കണ്ടിട്ടുണ്ട് വേറെ അവരുടെ കൂടെ ഒക്കെ ചെയ്തത്. ഭയങ്കര ഇതായിരുന്നു. ബട്ട് എൻ്റെ ലാംഗ്വേജും എനിക്ക് പ്രോബ്ലം ആയതുകൊണ്ട് ബട്ട് യു മേഡ് മീ വെരി കംഫർട്ടബിൾ. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു.